Hello, good morning. Good morning, ma'am. Good morning. Good Okay. morning, ma'am. അപ്പൊ ഇന്നലെ നമ്മൾ എന്തായിരുന്നു ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്? എക്കിനോഡെർമേറ്റ് മുതൽ അങ്ങോട്ട് നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്നത് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങട്ടെ? Yes, ma'am. ഓക്കെ. അപ്പം എക്കിനോഡെർമേറ്റ് അല്ലേ? ഓക്കെ. എക്കിനോഡെർമേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എന്താണ് മറൈൻ ആണ്. സ്കിന്നിൽ എന്താണ് ഉണ്ട് സ്പൈനി ആയിട്ടുള്ള സ്കിന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത് എക്കിനോഡെർമേറ്റ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കിനോഡെർമേറ്റയുടെ എന്താണ് അഡൾട്ട് ഫോമിൽ അവർക്ക് എന്താണ് റേഡിയലി സിമെട്രിക്കൽ ആണ് അവര്. പിന്നെ എന്താണ് അവരുടെ ലാർവ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. പിന്നെന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്സ് ആണ്. പിന്നെന്താ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട് അവർക്ക് എക്കിനോഡെർമേറ്റയ്ക്ക്. പിന്നെ മൗത്ത് എന്ന് പറയുന്നത് വെൻട്രൽ സൈഡിലാണ്, ആനസ് എന്ന് പറയുന്നത് എന്തിലാണ് ഡോർസൽ സൈഡിലാണ്. ഡോർസൽ സൈഡിലാണ് ആനസ്, വെൻട്രൽ സൈഡിലാണ് മൗത്ത് കാണുന്നത്. പിന്നെന്താണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം പ്രസന്റ് ആണ്. നമ്മൾ വേറൊരു ഇതിലും ഇതുപോലെ തന്നെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതിലായിരുന്നു? ഹലോ, ആരെങ്കിലും ഒന്ന് പറ. ആരുമില്ലേ ഇവിടെ? ഓക്കെ, ഇവിടെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്തിനാന്ന് വെച്ചാൽ ഇവര് ലോക്കോമോഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനെ ക്യാപ്ചർ ചെയ്യാനും അതിന്റെ ട്രാൻസ്പോർട്ടിനും പിന്നെ റെസ്പിറേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്കിനോഡെർമേറ്റയില് എന്താണ് വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്. എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡിനെ ക്യാപ്ചർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്പിറേഷനും എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം എന്തില്ല, ഇവർക്ക് ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല, അത് ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്കിനോഡെർമേറ്റയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ട് ഈ ഒരു കാര്യം എന്തായാലും ആലോചിച്ച് വെക്കണം. ഇവരുടെ എന്താണ് ഹയർ ഓർഗാനിസം ആണ്, എന്നാലും എന്താണ് റേഡിയലി സിമെട്രിക്കൽ ആണ് അവര്. അവരുടെ പക്ഷെ അവരുടെ ലാർവേനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ലാർവ ഓഫ് എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവര് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്നാണ് പറയേണ്ടത്. പക്ഷേ എക്കിനോഡെർമേറ്റ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ അതെന്താണ് റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും. പിന്നെന്താണ് ഒരു വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉണ്ട്, അത് ലോക്കോമോഷനും ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡും പിന്നെ റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. പിന്നെന്താണ് ഇവരുടെ സെക്സസ് സെപ്പറേറ്റ് ആയിട്ടാണുള്ളത്. ഓക്കെ, ഡയേഷ്യസ് ആണ്. പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സെക്ഷൽ ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് യൂഷ്വലി എന്തായിരിക്കും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ആണ്. ബോഡീന്റെ പുറത്താണ് ഇവരുടെ എന്ത് നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഒരു ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ലാർവ ഉണ്ടാവുന്നുണ്ട്, ഒരു ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിങ് ലാർവ സ്റ്റേജ് ഇവർക്ക് കാണുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസ്റ്റേറിയാസിസ്, സ്റ്റാർഫിഷ്, പിന്നെ എക്കിനസ്, സിയർച്ചിൻ എന്നൊക്കെ പറയുന്ന എന്താണ് ഇതിന് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ് അസ്റ്റേറിയാസിസ് അല്ലെങ്കിൽ സ്റ്റാർഫിഷ് ഇതിൽ ഏത് ഫൈലത്തിൽ വരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വരിക? സ്റ്റാർഫിഷ് അല്ലെങ്കിൽ എക്കിനസ് ഒക്കെ ഏത് ഫൈലത്തിലാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ് എക്കിനോഡെർമേറ്റയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെമികോഡേറ്റ ആണ്. ഹെമികോഡേറ്റ എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വേം ലൈക്ക് മറൈൻ ആയിട്ടുള്ള ആനിമൽസ് ആണ്. വേം ലൈക്ക് ആയിട്ടുള്ള മറൈൻ ആനിമൽസ് ആണ്. ഇവരുടെ ബോഡി എന്താണ് സിലിണ്ട്രിക്കൽ ആണ്. സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ബോഡിയാണ് ഇവർക്ക് ഉള്ളത്. ഓക്കെ,
സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ബോഡിയാണ്. ഇവർ വേം ലൈക്ക് ആയിട്ടുള്ള മറൈൻ ആനിമൽസ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ തന്നെയാണ് കാണിക്കുന്നത്. ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആനിമൽസ് ആണ്. ഇതിലൊക്കെ ഇവരെന്താണ് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. കോർഡേറ്റനെക്കാട്ടും കുറച്ചുകൂടി താഴെ കിടക്കുന്നത്. ആദ്യം ഇവർ എന്താണ് കോർഡേറ്റന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ ഹെമികോർഡാറ്റ എന്ന് പറഞ്ഞുള്ള ഒരു പേര് അവർക്ക് വരുന്നത്. ഓക്കെ, ഇവരെന്തായിരുന്നു ആദ്യം കോർഡേറ്റന്റെ പാർട്ടായിരുന്നു. ഇവർക്ക് എന്താ പറയാ നോട്ടോകോഡ് ഉണ്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താണ് പിന്നെ മനസ്സിലായത് നോട്ടോകോഡ് അല്ല, ഇവർക്കുള്ളത് എന്താണ് ഒരു സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടോകോഡ് പോലെയുള്ള ലൈക്ക് ഒരു സ്ട്രക്ചർ ആണ് ഉള്ളത്. ഓക്കെ, ഒരു rudimentary സ്ട്രക്ചർ ഉണ്ട് കോളാർ റീജിയനിൽ. എന്താണ് നോട്ടോകോഡ് എന്നാണ് ആ സ്ട്രക്ചറിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇവർക്ക് വേം ലൈക്ക് ആയിട്ടുള്ളൊരു ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ, ഇതാണ് ഇവരുടെ ബോഡി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ പോവും, ഒരു റൗണ്ട് സിലിണ്ടറിക്കൽ ഇതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു എന്താണ് പ്രൊപോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. പിന്നെ എന്തുണ്ട്, ആ ഒരു ഇതിന്റെ അടുത്തായിട്ടാണ് എന്ത് കാണുന്നത്, സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കാണുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് എന്താണ് കോളാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ 3 പാർട്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോഡി സിലിണ്ടറിക്കൽ ആണ്. പ്രൊബോസിസ്, കോളാർ ആൻഡ് ലോങ് ട്രങ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോളാർ റീജിയനിൽ എന്ത് കാണുന്നുണ്ട്, നോട്ടോകോഡ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണ് കാണുന്നത്. ഇവിടെ ഗിൽസ് കണ്ടില്ലേ, ഗിൽസ് കണ്ടിട്ടില്ലേ, ഇതാണ് എന്ത് ചെയ്യുന്നത്, റെസ്പിറേഷൻ എന്തിലൂടെയാണ്, ഗിൽസിലൂടെയാണ് റെസ്പിറേഷൻ നടത്തുന്നത്. പിന്നെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ് എന്ത് എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. സെക്സസ് സെപ്പറേറ്റഡ് ആണ്, ഡയേഷ്യസ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ബോഡിക്ക് പുറത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ലാർവൽ സ്റ്റേജ് കാണുന്നുണ്ട്. എക്സാമ്പിൾ വരുന്നത് ബലാനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ പറയുകയാണെങ്കിൽ വേം ലൈക്ക് ആയിട്ടുള്ള മറൈൻ ആനിമൽസ് ആണ്. എല്ലാം ഹയർ ഇതിൽ കാണുന്ന എല്ലാം കാണുന്നത് വെച്ചാൽ ഓർഗൻ സിസ്റ്റം ആണ് കാണുന്നത്. ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്. പിന്നെ ഏറ്റവും ഇതായിട്ട് ഓർത്ത് വെക്കേണ്ടത് സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. റുഡിമെന്ററി ആയിട്ടുള്ള സ്ട്രക്ചർ കാണുന്നുണ്ട്. ഏതാണ് കോളാർ റീജിയനിൽ. അത് എന്താണ് നോട്ടോകോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിനെ സ്റ്റോമോകോഡ് എന്നാണ് പറയുന്നത്. സിലിണ്ടറിക്കൽ ബോഡിയാണ്. പ്രൊബോസിസ്, കോളർ ആൻഡ് ലോങ് ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഗിൽസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. റെസ്പിറേഷൻ എന്തിലൂടെയാണ്, ഗിൽസിലൂടെയാണ്. ഓക്കെ, എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ്, പ്രൊബോസിസ് ഗ്ലാൻഡ് ആണ്. സെക്സസ് എന്താണ്, സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ എന്താണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ബോഡിക്ക് പുറത്താണ്. പിന്നെ അതിന് എക്സാമ്പിൾ വരുന്നത് ബലാനോഗ്ലോസസും സാക്കോഗ്ലോസസും ആണ്. ബലാനോഗ്ലോസസും സാക്കോഗ്ലോസസും ആണ് ഇത് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്, അല്ലെങ്കിൽ ഫൈലം എന്ന് പറയുന്നത് ഏതാണ്, കോഡേറ്റ ആണ്. അപ്പൊ കോഡേറ്റ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ജനറൽ ഫീച്ചേഴ്സ് എന്താണ്, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് അവരെ കോർഡേറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ 2 മെയിൻ വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, കോർഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടും നോൺ കോർഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടും. അപ്പൊ കോർഡേറ്റ്സ് എന്ന് തിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അപ്പൊ അത് എന്തായിരിക്കും? ആരും പറയുന്നില്ല? നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, എന്താണ് നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കും. ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ കോഡേറ്റ എന്ന് പറയുന്ന ഇവരുടെ ലൈഫ് ത്രൂ ഔട്ട്, കോഡേറ്റ്സിലുള്ള എല്ലാ ആനിമൽസിന്റെയും ലൈഫ് ത്രൂ ഔട്ട് അവർക്ക് നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കുമോ? നോട്ടോകോഡ് മാത്രമല്ല കേട്ടോ, ഒരു ഡോസൽ ഹോളോ നെർവ് കോഡ് ഉണ്ട്, ഒരു പെയർഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ കാണുന്നുണ്ട്? നോട്ടോകോഡ് കാണുന്നുണ്ട്, ഡോസൽ ഹോളോ നെർവ് കോഡ് കാണുന്നുണ്ട്, പെയർഡ് ആയിട്ടുള്ള ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് കാണുന്നുണ്ട്. പിന്നെ ബയലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ് ആണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതൊക്കെ എന്താണ് ഏറ്റവും ഹയസ്റ്റ് ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ എന്താണ്, ഒരു പോസ്റ്റ് ആനുവൽ ടെയിൽ കാണുന്നുണ്ട്.
ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവർക്കുള്ളത്. എന്താണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ആ ഒരു ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ബയലാറ്ററൽ സിമെട്രിക്കൽ ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ഓർഗൻ സിസ്റ്റം ലെവല് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് ഏറ്റവും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എന്തിലുള്ളത് കോർഡേറ്റയിൽ ഉള്ളത്. ഓക്കെ, നമ്മള് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നോൺ കോഡേറ്റ്സും കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോട്ടോകോഡ് പ്രസന്റ് ഉള്ളത് എന്താണ് കോഡേറ്റ്സ് ആണ്. നോട്ടോകോഡ് ഇല്ലാത്തത് എന്താണ് നോട്ടോകോഡ് ആബ്സെന്റ് ആയിട്ടുള്ളത് നോൺ കോഡേറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസൽ ഹോളോ ആൻഡ് ഇതൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്താണ് സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസൽ ആണ്, ഹോളോ ആണ്, സിംഗിൾ ആണ്. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ്. ഓക്കെ, പിന്നെ ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. ഫാരിങ്സിനെ പെർഫറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് കാണാൻ പറ്റും ഗിൽ സ്ലിറ്റ്സ് കാണാൻ പറ്റും. ഇവിടെ ഗിൽ സ്ലിറ്റ്സ് നോൺ കോഡേറ്റ്സിൽ ആബ്സെന്റ് ആണ്. ഹാർട്ട് കോഡേറ്റ്സിൽ ഹാർട്ട് എന്താണ് വെൻട്രൽ സൈഡിലാണ് കാണുന്നത്. പിന്നെ നോൺ കോഡേറ്റ്സിൽ ഹാർട്ട് പ്രസന്റ് ആണെങ്കിൽ അത് എവിടെയാണ് കാണുക അത് ഡോർസൽ സൈഡിലാണ് കാണുക. പിന്നെ എന്താ കോർഡേറ്റ്സിൽ ഒരു പോസ്റ്റ് ആനൽ ടെയില് പ്രസന്റ് ആണ്. ഒരു പോസ്റ്റ് ആനൽ ടെയില് പ്രസന്റ് ആണ്. നമ്മുടെ നോൺ കോഡേറ്റ്സിൽ ഒരു പോസ്റ്റ് ആനൽ ടെയില് ആബ്സെന്റ് ആണ്. നോൺ കോഡേറ്റ്സിൽ എന്താണ് ഒരു പോസ്റ്റ് ആനൽ ടെയില് ആബ്സെന്റ് ആണ്. ഓക്കെ, നമ്മൾ കോഡേറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിട്ട് യൂറോ കോർഡേറ്റ, പിന്നെ സെഫാലോകോർഡേറ്റ കോർഡേറ്റ എന്ന് പറഞ്ഞിട്ടും പിന്നെ എന്താണ് വെർട്ടിബ്രേറ്റ്, യൂറോ കോർഡേറ്റ, സെഫാലോകോർഡേറ്റ. യൂറോ കോർഡേറ്റ, സെഫാലോകോർഡേറ്റ, വെർട്ടിബ്രേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് യൂറോ കോർഡേറ്റ, സെഫാലോകോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഈ യൂറോ കോർഡേറ്റയും അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ എന്ന് പറയുന്ന ഇവരും സെഫാലോകോർഡേറ്റ്സും ഒരുമിച്ച് എന്താണ് പ്രോട്ടോകോർഡേറ്റ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. എന്താണ് യൂറോ കോർഡേറ്റേനെയും സെഫാലോകോർഡേറ്റിനെയും രണ്ടും കൂടി എന്താണ് പ്രോട്ടോകോർഡേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കോർഡേറ്റിനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി എന്താണ് അത്രയും ഹൈലി ഡെവലപ്ഡ് അല്ലാത്തവരാണ് ആര് യൂറോ കോർഡേറ്റയും സെഫാലോകോർഡേറ്റയും. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനെക്കാട്ടും ഡെവലപ്മെന്റും ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഈ ഒരു കോർഡേറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആരാണ് യൂറോ കോർഡേറ്റയും സെഫാലോകോർഡേറ്റയും ഒക്കെയാണ്. അവരെ പ്രോട്ടോകോർഡേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അവർ എക്സ്ക്ലൂസീവ്ലി എന്തായിരിക്കും മറൈൻ ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എല്ലാ ഈ കോർഡേറ്റ്സിനും അവരുടെ ലൈഫ് ത്രൂ ഔട്ട് എന്ത് നോട്ടോകോഡ് പ്രസന്റ് ആണോന്ന്. അവരുടെ ലൈഫ് ത്രൂ ഔട്ട് എല്ലാ കോർഡേറ്റ്സിനും എന്തില്ല നോട്ടോകോഡ് പ്രസന്റ് അല്ല. ഓക്കെ, നമ്മുടെ യൂറോ കോർഡേറ്റിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യൂറോ കോർഡേറ്റിന്റെ എന്താണ് ലാർവൽ ടെയിലാണ് എന്ത് കാണുന്നത് യൂറോ കോർഡേറ്റിന്റെ ലാർവേന്റെ ടെയിൽ. യൂറോ കോർഡേറ്റിലുള്ള ഓർഗാനിസംസിന്റെ അവരുടെ ലാർവൽ ടെയിലാണ് എന്ത് കാണുന്നത് നോട്ടോകോഡ് കാണുന്നത്. ഓക്കെ, അസ്ഡിയ, സാൽപ്പ, ഡോളിയോളം ഇതൊക്കെ എന്തിനാണ് ഈ ഒരു യൂറോ കോർഡേറ്റയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇവരുടെ ലാർവൽ ടെയിലിൽ മാത്രമേ എന്ത് കാണുന്നുള്ളൂ നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളൂ. ഇനി സെഫാലോകോർഡേറ്റ എന്ന് പറഞ്ഞാല് അവരുടെ എന്താണ് ഹെഡ് ടു ടെയിൽ റീജിയനിൽ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ത് നോട്ടോകോഡ്. അത് അവരുടെ ലൈഫ് ത്രൂ ഔട്ട് ഉണ്ട്. ഓക്കെ, അവരുടെ ലൈഫ് ത്രൂ ഔട്ട് ഹെഡ് ടു ടെയില് നോട്ടോകോഡ് എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് വെർട്ടിബ്രേറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ വെർട്ടിബ്രേറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് നോട്ടോകോഡ് കാണുന്നുണ്ട്. എപ്പോഴാണ് അവരുടെ എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ അവർക്ക് നോട്ടോകോഡ് കാണുന്നുള്ളൂ. അവര് അഡൾട്ട് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അത് എന്താണ് ആവുന്നത് നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് അവർക്ക് എന്തുണ്ടാവും ഈ വെർട്ടിബ്രേറ്റ എന്ന് അവർക്ക് പേര് വന്നത് എന്തുകൊണ്ടാണ് ഒന്ന് പറഞ്ഞേ. ആരില്ലേ ഇവിടെ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് എന്താണ്
നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് എന്താവുന്നുണ്ട്, ഒരു വെർട്ടിബ്രൽ കോളം ആവുന്നുണ്ട്. അത് കാർട്ടിലേജിനസോ ആവാം അല്ലെങ്കിൽ ബോണിയും ആവാം. ബോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ കാർട്ടിലേജിനസോ ആയിട്ടുള്ള എന്തായിട്ട് മാറുന്നുണ്ട്, വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നുണ്ട് എന്ത്, നോട്ടോകോഡ്. അപ്പൊ ഇനി നിങ്ങൾ പറ, എല്ലാ കോഡേറ്റ്സിനും അവരുടെ ലൈഫ് ത്രൂ ഔട്ട് നോട്ടോകോഡ് പ്രസന്റ് ആണോ? അല്ല. എങ്ങനെയാണ് നോട്ടോകോഡ് അവരിൽ കാണുന്നത്, കോഡേറ്റ്സിൽ കാണുന്നത്? യൂറോ കോഡേറ്റ്സിൽ നമ്മുടെ ഫസ്റ്റ് ഉള്ള ആ ഗ്രൂപ്പിൽ അവർക്ക് എങ്ങനെയാണ്, അവരുടെ ടെയിലിന്റെ ആ റീജിയനിൽ മാത്രമാണ് എന്ത് കാണുന്നത്, അവരുടെ ലാർവൽ സ്റ്റേജിൽ ടെയിൽ റീജിയനിൽ മാത്രമേ എന്ത് കാണുന്നുള്ളൂ, നോട്ടോകോഡ് പ്രസന്റ് ആയിട്ടുള്ളൂ. പക്ഷെ സെഫാലോകോഡേറ്റ്സിന് ഹെഡ് ടു ടെയിൽ അവരുടെ ലൈഫ് ലോങ് എന്തുണ്ട്, നോട്ടോകോഡ് പ്രസന്റ് ആണ്. പക്ഷെ നമ്മുടെ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എങ്ങനെയാണ്, നോട്ടോകോഡ് അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് അഡൾട്ട് ആവുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു നോട്ടോകോഡ് റീപ്ലേസ് ചെയ്യും എന്തായിട്ട്, വെർട്ടിബ്രൽ കോളം ആയിട്ട്. അത് കാർട്ടിലേജിനസ് ആവാം അല്ലെങ്കിൽ ബോൺ കൊണ്ടുള്ളതാവാം. അതാണ് പറയുന്നത്, എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്, കോഡേറ്റ്സ് ആണ്. പക്ഷേ എല്ലാ കോഡേറ്റ്സും എന്തല്ല, വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം എന്താ, എല്ലാ കോഡേറ്റ്സിനും എന്തില്ല, വെർട്ടിബ്രൽ കോളം ഇതൊന്നും ഇല്ല. ഓക്കെ, പക്ഷെ എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്, കോഡേറ്റ്സ് ആണ്. ഓക്കെ, വെർട്ടിബ്രേറ്റ്സിന് എന്താണ്, ഒരു വെൻട്രൽ ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ഹാർട്ട് ഉണ്ട് വിത്ത് 2, 3 or 4 ചേമ്പേഴ്സ്, 2, 3, 4 ചേമ്പറുകളായിട്ട് തിരിച്ചിട്ടുള്ള എന്താണ്, വെൻട്രൽ ആയിട്ടുള്ള ഒരു മസ്കുലർ ഹാർട്ട് ഉണ്ട്. എക്സ്ക്രീഷന് വേണ്ടിയിട്ട് കിഡ്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള, എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷന് വേണ്ടിയിട്ട് കിഡ്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്, അത് ഫിൻസ് ആവാം, എന്താണ്, ലിംസ് ആവാം. പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്, ഫിൻസ് ആവാം അല്ലെങ്കിൽ എന്താവാം, ലിംസ് ആവാം. ഇതൊക്കെയാണ് എന്താ, വെർട്ടിബ്രേറ്റ്സിൽ കാണുന്നത്. എന്ന് വെച്ചാല് എംബ്രിയോണിക് പീരീഡിൽ അവർക്ക് നോട്ടോകോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താവും, കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി ആയിട്ടുള്ള വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറും. എന്നിട്ട് എന്താവും, അവർക്ക് വെൻട്രൽ ആയിട്ടുള്ള മസ്കുലർ ഹാർട്ട് ഉണ്ട്. അത് ചിലരിൽ 2 ചേമ്പറേ ഉള്ളൂ, ചിലർക്ക് അത് 3 ചേമ്പേർഡ് ആണ്, ചിലർക്ക് അത് 4 ചേമ്പേർഡ് ആണ്. ഓക്കെ, കിഡ്നി എന്ന് പറയുന്ന ഓർഗൻ ആണ് എക്സ്ക്രീഷൻ ഓസ്മോ റെഗുലേഷന് സഹായിക്കുന്നത്. പിന്നെ എന്താണ്, പെയർഡ് അപ്പൻഡേജസ് ഉണ്ട്, അത് ഫിൻസ് ആവാം അല്ലെങ്കിൽ എന്താവാം, ലിംസ് ആവാം. ഓക്കെ, വെർട്ടിബ്രേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ ക്ലാസ്സുകൾ ഇതൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഗ്നാത്ത എന്ന് പറഞ്ഞിട്ടും നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ആഗ്നാത്ത എന്നും നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ആഗ്നാത്ത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ജോലസ് ആയിരിക്കും, അവർക്ക് എന്തുണ്ടാവില്ല, ജോസ് ഉണ്ടാവില്ല. പിന്നെ ഗ്നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ, അവര് ജോഡാണ്, അവർക്ക് ജോസ് പ്രസന്റ് ആണ്. ഓക്കെ, അപ്പൊ ആഗ്നാത്തയിലുള്ള ഒരു ക്ലാസ് ആണ് എന്ത്, സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആഗ്നാത്തയിലുള്ള ഒരേ ഒരു ക്ലാസ് ആണ് എന്ത്, സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആഗ്നാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലസ് ആയിട്ടുള്ള ആനിമൽസ് ആയിരിക്കും. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 സൂപ്പർ ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, പീസസ് എന്ന് പറയുമ്പോൾ ഫിഷസിന്റെ അതെന്താണ്, അത് പീസസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫിൻ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ പെയർഡ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞില്ലേ, അവർക്ക് പീസസിന് ഫിൻസ് ആയിരിക്കും ഉണ്ടാവുക. ടെട്രാപോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്, അവർക്ക് എന്തായിരിക്കും, ലിംസ് ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് എന്താണ് ഉണ്ടാവുക, ലിംസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ പീസസ് എന്ന് പറയുന്നത് 2 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ്, കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും അത് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്, കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലേജിനസ് ആയിട്ടുള്ള ബോൺസ് ആണ് അവർക്ക് ഉണ്ടാവുക. ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൺസ്, കാർട്ടിലേജിനസ് ആണ് അവരുടെ ബോൺസ്, മറ്റേത് എന്താണ്, സദാ ബോൺസ് ആണ്. ഓക്കെ, പിന്നെന്താണ്, നമ്മുടെ ടെട്രാപോഡ എന്ന് പറയുന്നിട്ടുള്ള ഒരു സൂപ്പർ ക്ലാസ് എന്തായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. എന്താണ്, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മമേലിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്.
നമ്മളത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നോക്കുമ്പം നമ്മുടെ ഫസ്റ്റ് സൈക്ലോസ്റ്റൊമാറ്റ ആഗ്നാത്തയിൽ വരുന്ന സൈക്ലോസ്റ്റൊമാറ്റ അതെന്താണ് ജോലസ് ആയിട്ടുള്ളതാണ്. ചില ഫിഷുകളിൽ എന്താണ് എക്ടോപാരസൈറ്റ് ആയിട്ട് ഫിഷിന്റെ പുറത്തൊക്കെ പറ്റിപ്പിടിച്ച് ജീവിക്കുന്നവരാണ് എന്ത് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അവർക്ക് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ 6 മുതൽ 15 വരെ പേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് കാണുന്നുണ്ട്. എന്തിനാണ്? റെസ്പിറേഷന് വേണ്ടിയിട്ട് ഗിൽ സ്ലിറ്റ്സ് ആണുള്ളത്. ജോസ് ആബ്സെന്റ് ആണ്. സക്കിങ് ആൻഡ് സർക്കുലർ മൗത്ത്, അവർക്ക് സർക്കുലർ മൗത്ത് ആണുള്ളത്. സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തിനാണ്? സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്ക് സർക്കുലർ ആയിട്ടുള്ള എന്താണ് മൗത്ത് ആണുള്ളത്. സ്കെയിൽസും പെയർഡ് ഫിൻസും ഒന്നും അവർക്കില്ല. എന്താണ്? സ്കെയിൽസും പെയർഡ് ഫിൻസും ഒന്നും ഇല്ലാത്തവരാണ് ഏത് അഗ്നാത്തയിൽ വരുന്ന സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. സൈക്ലോസ്റ്റൊമാറ്റയിൽ വരുന്ന ഓർഗാനിസംസ്. എൻഡോസ്കെലട്ടൻ എന്താണ്? കാർട്ടിലേജിനസ് ആണ്. ഇവർക്ക് എൻഡോസ്കെലട്ടൻ ഉണ്ട്. അതെന്താണ്? കാർട്ടിലേജിനസ് ആണ്. ക്ലോസ്ഡ് സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും? റീപ്രൊഡക്റ്റീവ് ഇതൊക്കെ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റീപ്രൊഡക്ഷൻ ആ ഒരു നടക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എഗ് ഒക്കെ ലേ ചെയ്യുന്നതിന് അവരെന്ത് ചെയ്യും? അവര് സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകും. ഓക്കെ, മൈഗ്രേറ്റ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്താ പറയാ എഗ് ഒക്കെ ലേ ചെയ്ത് അവിടുന്ന് എന്താവും? അവർ യങ് വൺസ് ഓഫ് സ്പ്രിങ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ് അവരെന്ത് ചെയ്യും? തിരിച്ച് ആ ഒരു ലാർവൽ സ്റ്റേജിൽ അവർ തിരിച്ച് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? ഓഷ്യനിലേക്ക് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ ഇവര് അഡൾട്ട് എന്ത് ചെയ്യും? ഈ ഒരു സ്പോണിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓഷ്യനിലേക്ക് പോകും, അല്ലെങ്കിൽ സീയിലേക്ക് പോകും. അവിടുന്ന് യങ് വൺസ് ആയിട്ട് ലാർവൽ സ്റ്റേജിൽ അവരെന്ത് ചെയ്യും? തിരിച്ച് ഇവിടുന്ന് എന്താണ് സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്ക് പോകും. എന്താണ്? സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് അഡൾട്ട് മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫ്രഷ് വാട്ടറിൽ നിന്ന് തിരിച്ച് സീയിലേക്ക് ലാർവ തിരിച്ച് സീയിലേക്ക് എത്തും. അങ്ങനെ എന്താണ് മൈഗ്രേറ്ററി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് കാണിക്കുന്നുണ്ട് ആര്? ഈ ഒരു സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അവരുടെ ലാർവ മെറ്റാമോർഫോസിസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓഷ്യനിലേക്ക് തിരിച്ചു വരും. എക്സാമ്പിൾ പറയുന്നത് പെട്രോമൈസൻ അല്ലെങ്കിൽ ലാംപ്രേ അല്ലെങ്കിൽ മൈസിൻ, ഹാഗ് ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള മൈസിൻ. ഓക്കെ, ഇതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത് ആരാണെന്ന്. ഫ്രഷ് വാട്ടറിൽ നിന്ന് എന്ന് വെച്ചാൽ സീയിൽ നിന്ന് ഫ്രഷ് വാട്ടറിലേക്കും തിരിച്ചും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏത് ഫിഷ് ആണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആണ് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഏതിലായിരിക്കും തരിക? പെട്രോമൈസിനോ അല്ലെങ്കിൽ മൈസിനോ ഒക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഏതാണ്? പെട്രോമൈസിൻ അല്ലെങ്കിൽ മൈസിനാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മൈഗ്രേറ്ററി ഒരു ഹാബിറ്റ് കാണിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺട്രിക്ടൈസ് എന്ന് പറയുന്നത് എന്താണ്? കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. മറൈൻ ആയിരിക്കും. അവരുടെ ബോഡി എന്താണ്? സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും. കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെലട്ടൻ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെലട്ടൻ ആയിരിക്കും ഉണ്ടാവുക. മൗത്ത് വെൻട്രലി ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ്? ഗിൽസ്ലിറ്റ്സ് എന്താണ്? ഗിൽസ്ലിറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്? ഓപ്പർക്കുലം ഇല്ല. ഓപ്പർക്കുലം എന്ന് വെച്ചാൽ അതിനെ കവർ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ആ ഒരു കവറിംഗ് പാർട്ട് എന്തില്ല? ഗിൽ കവർ അവർക്ക് ആബ്സെന്റ് ആണ്. എന്താണ്? ഓപ്പർക്കുലം എന്ന് പറയുന്ന ഒരു ഗിൽ കവറിംഗ് അവർക്ക് ആബ്സെന്റ് ആണ്. ഗിൽ സ്ലിറ്റ്സ് പക്ഷേ ഉണ്ട്. ഓക്കെ, അവർക്കുള്ള സ്കെയിൽസ് എന്ന് പറയുന്നത് പ്ലാക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. പിന്നെ ടീത്ത് എന്ന് പറയുന്നത് എന്താണ്? മോഡിഫൈഡ് ചെയ്തിട്ടുള്ള പ്ലാക്കോയിഡ് സെൽസ് ആണ്. ഇവരുടെ അധികവും ഇങ്ങനെ ഒരു ഇങ്ങനെ കുറേ ഇതിങ്ങനെ കാണുന്നത്. അങ്ങനെയാണ് അവർക്ക് കാണുന്നത്. ഇങ്ങനെ കുറേ ടീത്ത് ലൈക്ക് ആയിട്ടുള്ള പ്ലാക്കോയിഡ് സെൽസിന്റെ മോഡിഫിക്കേഷൻ അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അവരുടെ ജോസ് വളരെ പവർഫുൾ ആണ്. അവർ പ്രിഡേഷ്യസ് ആയിട്ടുള്ള
ഓർഗാനിസംസ് ആണ്. എന്താണ്? സ്ട്രീംലൈൻഡ് ബോഡി ആണ്, മെറൈൻ ആണ്, കാർട്ടിലേജിനസ് ആയിട്ടുള്ള എൻഡോസ്കെൽറ്റൺ ആണ്, വെൻട്രലി ആണ് മൗത്ത് ഉള്ളത്. ഗിൽ സ്ലിറ്റ്സിൽ എന്ത് കാണുന്നില്ല? ഓപ്പർക്കുലം കാണുന്നില്ല. പിന്നെ പ്ലാക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ടീത്ത് എന്ന് പറയുന്നത് പ്ലാക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പ്രിഡേഷ്യസ് ആണ് അവര്. ഓക്കെ, അവരെന്താണ്? കാർട്ടിലേജിനസ് ആയിട്ടുള്ള ഫിഷസ് ആണ്. പിന്നെ അവർക്ക് എന്തില്ല? എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇങ്ങനെ എന്ത് ചെയ്യണം? സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സിങ്ക് അങ്ങനെ താഴ്ന്നു പോകും. എന്തില്ല? എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. ഓക്കെ, കോൺട്രിക്ടൈസിന് എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. 2 ചേംബർ ഉള്ള ഹാർട്ട് ആണുള്ളത്. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. പിന്നെ ചിലതിൽ എന്ത് കാണുന്നുണ്ട്? ഇലക്ട്രിക് ഓർഗൻസ് കാണുന്നുണ്ട്, ടോർപിഡോ എന്ന് പറഞ്ഞിട്ടുള്ള. ആൻഡ് ചിലതിൽ എന്തുണ്ട്? പോയിസണസ് ആയിട്ടുള്ള സ്റ്റിങ്സ് കാണുന്നുണ്ട്. ട്രൈഗൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതിന് എക്സാമ്പിൾ. ട്രൈഗണിലൊക്കെ പോയിസൺ സ്റ്റിങ്സ് കാണുന്നുണ്ട്. ടോർപിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ എന്ത് കാണുന്നുണ്ട്? ഇലക്ട്രിക് ഓർഗൻസ് കാണുന്നുണ്ട്. കോൾഡ് ബ്ലഡഡ് ആണ് എന്ന് വെച്ചാൽ പോയിക്കിലോതെർമിക് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ബ്ലഡിന്റെ അല്ലെങ്കിൽ അവരുടെ ബോഡി ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, സെക്സസ് സെപ്പറേറ്റ് ആണ്. പിന്നെന്താ? അവരുടെ പെൽവിക് ഫിൻസിൽ എന്തുണ്ട്? ക്ലാസ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്താണ്? കോപ്പുലേറ്ററി ഓർഗൻ ആണ്. കോപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഓർഗൻ ആണ് എന്ത്? ക്ലാസ്പേഴ്സ് എന്ന് പറയുന്നത്. അത് എവിടെയാണുള്ളത്? പെൽവിക് ഫിന്നിലാണുള്ളത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവര് മോസ്റ്റ് എന്താണ്? വിവിപാരസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. വിവിപാരസ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ നമ്മള് കോൺട്രിക്ടൈസിനെ നോക്കുവാണെങ്കിൽ എന്താണ്? കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ആണ്. അവർക്ക് ഓപ്പർക്കുലം പ്രസന്റ് അല്ല. പിന്നെ എന്താണ്? പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് ടീത്ത് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ്ലി സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. 2 ചേംബർ ഉള്ള ഹാർട്ട് ആണുള്ളത്. ചിലതിൽ ഇലക്ട്രിക് ഓർഗൻസ് കാണുന്നുണ്ട്, ടോർപിഡോ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ടോർപിഡോയിലൊക്കെ ഇലക്ട്രിക് ഓർഗൻ കാണുന്നുണ്ട്. ട്രൈഗണിലൊക്കെ പോയിസൺ സ്റ്റിങ്സ് കാണുന്നുണ്ട്. പിന്നെ പോയിക്കിലോതെർമ്സ് ആണ്. അവർക്ക് ബോഡി ടെമ്പറേച്ചർ എന്താ ചെയ്യാൻ പറ്റില്ല? റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൾഡ് ബ്ലഡഡ് ആണ്. പിന്നെ ക്ലാസ്പേഴ്സ് കോപ്പുലേറ്ററി ഓർഗൻ എവിടെ കാണുന്നുണ്ട്? പെൽവിക് ഫിൻസിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കോൺട്രിക്ടൈസിന്റെ കുറച്ച് എന്താണ് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് പറയാവോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. കാർട്ടിലേജിയസ് എൻഡോസ്കെലറ്റൻ. ഓക്കെ, കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ആണ്. പിന്നെ എന്താണ്? ഗിൽ കവേഴ്സ് ആബ്സെന്റ്. അതന്നെ, ഒപ്പർക്കുലം എന്ന് ആണ് അതിന്റെ പേര്. അത് ആബ്സെന്റ് ആണ്. പിന്നെയോ? നോട്ടോകോഡ് പ്രസന്റ്. എന്താണ്? നോട്ടോകോഡ് പ്രസന്റ് ആണെന്നാണോ? ഓക്കെ, ഇതിന്റെ യുണീക്ക്, ഈ ഒരു കോൺട്രിക്ടൈസിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞേ. ടീത്ത് പ്ലാക്കോയിഡ് സ്കെയിൽ പ്ലാക്കോയിഡ് സ്കെയിൽസ് മോഡിഫൈ ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എയർ ബ്ലാഡർ ഇല്ല. അതുകൊണ്ട് കോൺസ്റ്റന്റ്ലി സ്വിം ചെയ്ത് നിൽക്കണം. 2 ചേംബർ ഉള്ള ഹാർട്ട് ആണുള്ളത്. ടോർപിഡോ പോലെയുള്ളതിൽ എന്ത് കാണുന്നുണ്ട്? ഇലക്ട്രിക് ഓർഗൻസ് കാണുന്നുണ്ട്. ട്രൈഗണില് പോയിസൺ സ്റ്റിങ് കാണുന്നുണ്ട്. പിന്നെ പോയിക്കിലോതെർമ്സ് ആണ് അല്ലെ? പോയിക്കിലോതെർമ്സ് എന്ന് വെച്ചാൽ എന്താ? കോൾഡ് ബ്ലഡഡ് ആണ്. അവരുടെ ബോഡി ഹീറ്റ് ടെമ്പറേച്ചർ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പുലേറ്ററി എന്ന് പറഞ്ഞ ഒരു കോപ്പുലേഷനെ സഹായിക്കുന്ന ഒരു ഓർഗൻ കാണുന്നുണ്ട്. അതെന്താണ്? പെൽവിക് ഫിൻസിലാണ് കാണുന്നത്. മെയിലിന്റെ പെൽവിക് ഫിൻസില്. ഓക്കെ, എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്കോളിയോഡൻ പിന്നെ സ്ട്രൈഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്.
സ്കോളിയോഡൻ, ട്രൈഗൺ, പിന്നെന്താണ് ടോർപിഡോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെയാണ് ശരിക്കും എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഓസ്റ്റിക്ടൈസ് എന്ന് പറയുമ്പോൾ എന്താണ് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ കാണും. മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ കാണുന്നുണ്ട്. പിന്നെ അവരുടെ എൻഡോസ്കെലട്ടൻ എന്ന് പറയുന്നത് എന്താണ്? ബോണിയാണ്, ബോൺസ് ആണ് അല്ലെ, കാർട്ടിലേജിനസ് അല്ല. ഓസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അത് ബോണി ആയിട്ടുള്ള എൻഡോസ്കെലട്ടൻ ആണ്. പിന്നെ സ്ട്രീംലൈൻഡ് ബോഡി ഉണ്ട്. ഓക്കെ, 4 പെയർ ഓഫ് ഗിൽസ് കാണുന്നുണ്ട്. ആ ഗിൽസിന് എന്തുണ്ട്? ഓപ്പർക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള കവറിംഗ് ഉണ്ട്. 2 സൈഡിലും ഓപ്പർക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള കവറിംഗ് ഉണ്ട്. ഓക്കെ, ഗിൽസിന് കവറിംഗ് ഉണ്ട്. എന്ത്? ഓപ്പർക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള കവറിംഗ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഏതൊക്കെ സ്കെയിൽ കാണുന്നുണ്ട്? സൈക്ലോയിഡ് അല്ലെങ്കിൽ ടെനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിൽ കാണുന്നുണ്ട്. ഓക്കെ, സൈക്ലോയിഡ് അല്ലെങ്കിൽ ടെനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിൽസ് കാണുന്നുണ്ട്. എയർ ബ്ലാഡർ പ്രസന്റ് ആണ് അവർക്ക്. അവരാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന എയർ ബ്ലാഡർ. 2 ചേമ്പറുള്ള ഹാർട്ട്സ് ആണ്. ഇവരും കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അപ്പം ഇതിൽ എന്തായാലും നിങ്ങൾ ആലോചിക്കേണ്ടത് ഫ്രഷ് വാട്ടറിലും എന്താണ് മറൈൻ ആയിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബോണി ആയിട്ടുള്ള എക്സോസ്കെലട്ടൻ ആണ്. 4 പെയർ ഓഫ് ഗിൽസ് പ്രസന്റ് ആണ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഓപ്പർക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതിനെ ഗിൽസിനെ കവർ ചെയ്യുന്ന ഓപ്പർക്കുലം കാണുന്നുണ്ട്. സൈക്ലോയിഡ്, ടെനോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടൈപ്പ് എന്താണ് സ്കെയിൽസ് കാണുന്നുണ്ട് അവർക്ക്. പിന്നെ എയർ ബ്ലാഡർ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ബോയൻസിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ആ എയർ ബ്ലാഡർ ആണ്. പിന്നെ 2 ചേമ്പറുള്ള ഹാർട്ട് ഉണ്ട്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. പോയിക്ലോതോമിസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ബോഡി ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ പറ്റില്ല. സെക്സസ് സെപ്പറേറ്റഡ് ആണ്. ഡയേഷ്യസ് ആണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ആണ്. കോപ്പുലേറ്ററി ഓർഗൻ ഈസ് ആബ്സെന്റ് ഇൻ മെയിൽ. മെയിൽ എന്തില്ല? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലാസ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തില്ല? അങ്ങനെ ഒരു കോപ്പുലേറ്ററി ഓർഗൻ കാണുന്നില്ല. ഓക്കെ, ഓസ്റ്റിക്ടൈസിൽ എന്തില്ല? ക്ലാസ്പേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു കോപ്പുലേറ്ററി ഓർഗൻ മെയിൽസിൽ കാണുന്നില്ല. മോസ്റ്റ്ലി ഇവര് മോസ്റ്റ്ലി എന്താണ്? ഒവിപാരസ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. കോൺട്രിക്ടൈസ് വിവിപാരസ് ആയിരുന്നു. ഇവരെന്താണ്? ഒവിപാരസ് ആണ്. ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, മറൈൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ എക്സോസൈറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള സീ ഹോഴ്സ്, പിന്നെന്താണ് ഫ്രഷ് വാട്ടർ ആവുമ്പോൾ ലാബിയോ, റോഹു എന്ന് പറഞ്ഞിട്ടുള്ള കട്ല, ക്ലാരിയാസിസ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഫിഷസ് എന്താ മറൈനും ഉണ്ട് ഫ്രഷ് വാട്ടറും ഉണ്ട്. അത് രണ്ടും എന്തായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ചാല് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? ഈ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഈ ഒരു എന്താണ് ഹിപ്പോകാമ്പസ് എന്താണ് ഫ്രഷ് വാട്ടർ ആണോ മറൈൻ ആണോ അങ്ങനെയുള്ളത് വരാം. അല്ലെങ്കിൽ എന്താണ് ഇതില് മറൈൻ ആയിട്ടുള്ള ഒരു ഓസ്റ്റിക്ടൈസിലുള്ള ഏതെങ്കിലും ഒരു ഇതിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏതാണ്? ഇത് രണ്ടിൽ ഏതെങ്കിലും ആണ് ഉണ്ടെങ്കിൽ ഏതാണ്? അതായിരിക്കും. ഓക്കെ, ഇനി ഫ്രഷ് വാട്ടർ ആണെങ്കിലോ ഈ കട്ല, രോഹു എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫ്രഷ് വാട്ടറിന് എക്സാമ്പിൾസ് ആണ്. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ അക്വേറിയത്തിൽ വളരുന്ന ഇതുണ്ട്, ഫൈറ്റിംഗ് ഫിഷ്, ഏഞ്ചൽ ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുത്ത് വളർത്തുന്നില്ലേ? അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഈ ഓസ്റ്റിക്ടൈസിൽ വരുന്നതാണ്. രണ്ടിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കാർട്ടിലേജിനസ് എൻഡോസ്കെലറ്റൻ ആണ്, ബോണി എൻഡോസ്കെലറ്റൻ ആണ്. മൗത്ത് വെൻട്രൽ ആണ്, മൗത്ത് ടെർമിനൽ ആണ് ഇതില് ഓസ്റ്റിക്ടൈസിൽ. ഓപ്പർക്കുലം ആബ്സെന്റ് ആണ് കോൺട്രിക്ടൈസിൽ, ഓപ്പർക്കുലം പ്രസന്റ് ആണ് ഓസ്റ്റിക്ടൈസിൽ. സ്കിന്ന് പ്ലാക്കോയിഡ് സ്കെയിൽ ആണ് ഉള്ളതെങ്കിൽ ഇവിടെ ടിനോയിഡും സൈക്ലോയിഡും സ്കെയിൽസ് ആണ് ഉള്ളത്. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ് കോൺട്രിക്ടൈസിൽ, എയർ ബ്ലാഡർ പ്രസന്റ് ആണ് ഓസ്റ്റിക്ടൈസിൽ. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കോൺട്രിക്ടൈസിൽ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് എന്ത്? ഓസ്റ്റിക്ടൈസിൽ. ഇനി കോൺട്രിക്ടൈസ് വിവിപാരസ് ആണ്, ഓസ്റ്റിക്ടൈസ് ഒവിപാരസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുമ്പോൾ ഏതാണ്? ആംഫീബിയ. ആംഫീബിയ എന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആനിമൽസ് അല്ലെ?
അപ്പൊ അക്വാട്ടിക് ലൈഫും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ടെറസ്ട്രിയൽ ലൈഫും ഉണ്ട്. പക്ഷെ അവർക്ക് എന്ത് വേണം? അവരുടെ റീപ്രൊഡക്ഷൻ എന്ത് ആവശ്യമുണ്ട്? എന്താവശ്യമുണ്ട്? ഒരു റെസ്പോൺസ് വരുന്നില്ലല്ലോ. ഓക്കെ, ആംഫിബിക്ക് എന്താണ്? 2 പെയർ ഓഫ് ലിംസ് കാണുന്നുണ്ട്. 2 പെയർ ഓഫ് ലിംസ് കാണുന്നുണ്ട്. പിന്നെ എന്താണ്? ബോഡി, ഹെഡ്, ട്രങ്ക്, ടെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ എന്താണ്? ചിലതിൽ ടെയിൽ ഉണ്ട്, ചിലതിൽ ടെയിൽ ഇല്ല. ഹെഡ്, ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ ടെയിൽ ഉണ്ട്, ചിലതിൽ ടെയിൽ ഇല്ല. ഓക്കെ, മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആണ് ഉണ്ടാവുക. അവർക്ക് സ്കെയിൽസ് പ്രസന്റ് ആയിരിക്കില്ല. പിന്നെ എന്താണ്? ഐലിഡ്സ് ഉണ്ടാവും. അവർക്ക് ഐലിഡ്സ് ഉണ്ടാവും. പിന്നെ ഇയർ ഡ്രം ഉണ്ടാവും. ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനം പ്രസന്റ് ആണ്. ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംപാനം പ്രസന്റ് ആണ്. പിന്നെ ഈ അലിമെന്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് ഏതിലേക്കാണ്? ക്ലോയേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ്. ക്ലോയേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് എന്ത്? അലിമെന്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഏതിലേക്കാണ്? ക്ലോയേക്കയിലേക്കാണ്. ഓക്കെ, ആ ക്ലോയേക്കയാണ് പിന്നെ എക്സ്റ്റീരിയറിലേക്ക് എന്ത് ചെയ്യുന്നത്? ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്വാട്ടിക്കും ഉണ്ട്, ടെറസ്ട്രിയലും ഉണ്ട്. 2 പെയർ ലിംസ് കാണുന്നുണ്ട്. ഹെഡ്, ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ ടെയിൽ ഉണ്ടാവും, ചിലതിൽ ടെയിൽ ഉണ്ടാവില്ല. സ്കിന്ന് മോയിസ്റ്റ് ആണ്. പിന്നെ അതിലെന്താണ്? സ്കെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ഐലിഡ്സ് കാണുന്നുണ്ട്. പിന്നെ എന്താണ്? ഇയർ ഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിംപാനം പ്രസന്റ് ആണ്. അലിമെന്ററി കനാലും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും പിന്നെ യൂറിനറി ട്രാക്റ്റും എല്ലാം ക്ലോയേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ ക്ലോയേക്കയാണ് പിന്നെ എക്സ്റ്റീരിയറിലേക്ക് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റീരിയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഗിൽസ് കാണും. റെസ്പിറേഷൻ ഏതിലൂടെയൊക്കെ? ഗിൽസ്, ലങ്സ്, പിന്നെ ക്യൂട്ടേനിയസ് റെസ്പിറേഷനും ഉണ്ട് അവർക്ക്. അവർക്ക് എന്താണ്? സ്കിന്നിലൂടെയും ചിലത് റെസ്പിറേഷൻ നടത്താൻ കഴിയും. അതിന് എന്താണ് പറയുക? ക്യൂട്ടേനിയസ് ആയിട്ടുള്ള റെസ്പിറേഷനും എന്ത് കാണുന്നുണ്ട്? ആംഫിബിയൻസിൽ കാണുന്നുണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് 3 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ഉള്ള 3 ചേമ്പേർഡ് ഹാർട്ട് ആണ് ആർക്ക് കാണുന്നത്? ആംഫിബിയൻസിന്. അവര് കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, ഡയേഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ പുറത്താണ്, എക്സ്റ്റേണൽ ആണ് നടക്കുന്നത്. ഒവിപാരസ് ആണ്, എഗ് ലേ ചെയ്യുന്നതാണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, ടോഡ്, ബൊഫോ എന്ന് പറയുന്ന ടോഡ്, റാണ, ഫ്രോഗ്, ഹൈല, ട്രീ ഫ്രോഗ്, പിന്നെ സലമാൻഡർ എന്ന് പറയുന്നിട്ടുള്ളത്, ഇക്തിയോഫിസ്, ഇതൊക്കെ എന്താണ്? ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ആംഫിബിയ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? അക്വാട്ടിക്കും ടെറസ്ട്രിയലും ജീവിക്കാൻ പറ്റും. 2 പെയർ ലിംസ് ഉണ്ട്. ഹെഡ്, ട്രങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടെയിൽ ചിലതിൽ ഉണ്ടാവും, ഇല്ലാതിരിക്കും. സ്കിന്ന് മോയിസ്റ്റ് ആണ്, സ്കെയിൽസ് ഉണ്ടാവില്ല. ഐലിഡ്സ് ഉണ്ട്, ഇയർ ഡ്രം ഉണ്ട്. ഓക്കെ, ടിംപാൻ എന്ന് പറഞ്ഞുള്ള ഇയർ ഡ്രം ഉണ്ട്. അലിമെന്ററി കനാല്, യൂറിനറി കനാല്, യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും എല്ലാം ക്ലോയേക്ക എന്ന് പറഞ്ഞ സ്ട്രക്ചറിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് പിന്നെ എക്സ്റ്റീരിയറിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഗിൽസും ലങ്സും പിന്നെ ക്യൂട്ടേനിയസ് ആയിട്ടുള്ള സ്കിന്നിലൂടെയും അവർ റെസ്പിറേഷൻ നടത്തുന്നുണ്ട്. 3 ചേമ്പർ ഉള്ള ഹാർട്ട്സ് ഉണ്ട്. 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. പിന്നെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. പോയിക്കിലോതെർമ്സ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, ഡയേഷ്യസ് ആണ്. ഫെർട്ടിലൈസേഷൻ പുറത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. ഒവിപാരസ് ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. എക്സാമ്പിൾ വരുന്ന ഏതൊക്കെയാണ്? ബൊഫോ എന്ന് പറയുന്ന ടോഡ്, റാണ, ഫ്രോഗ്, ഹൈല, പിന്നെ സലമാൻഡ്ര, ഇക്തിയോഫിസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആംഫിബിയൻസിന് എക്സാമ്പിൾസ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? റെപ്റ്റൈൽസ് ആണ് അല്ലെ. റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ അവര് ക്രീപ്പിംഗ് ആൻഡ് ക്രൗളിംഗ് ആണ് എന്ത്? മോഡ് ഓഫ് ലോക്കോമോഷൻ. അതുകൊണ്ടാണ് എന്ത്? റെപ്റ്റീലിയ എന്ന് പറയുന്നത് എന്താണ്? ക്രീപ്പിംഗ് ആൻഡ് ക്രൗളിംഗ് ആണ്. ഇങ്ങനെ എഴഞ്ഞ് ആ ഒരു ഇതിൽ പോകുന്ന ആൾക്കാരാണ് എന്ത്? റെപ്റ്റൈൽസ് എന്ന് പറയുന്നത്. ക്രീപ്പിംഗ് ആൻഡ് ക്രൗളിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, മോസ്റ്റ്ലി അവർ എവിടെയാണ്? ടെറസ്ട്രിയൽ ആണ്.
ഇത്രയും നേരം നമ്മള് മറൈനും അക്വാട്ടിക്കും ഇതൊക്കെ മെയിൻ ആയിട്ട് അവിടെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്തു? റെപ്റ്റീലിയ ഒക്കെ ആകുമ്പോഴത്തേക്ക് അവര് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ട് മാറി. മോസ്റ്റ്ലി അവർ എന്താണ്? ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഡ്രൈ ആയിട്ടുള്ള കോർണിഫൈഡ് സ്കിൻസ് ആണ് അവർക്ക് ഉണ്ടാവുക. എപ്പിഡേർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിഡേർമൽ സ്കെയിൽസ് കാണാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ എക്സ്റ്റീരിയർ എന്തായിരിക്കും? കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരിക്കും. കോർണിഫൈഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും എന്ത് റെപ്റ്റൈൽസിന് ഉണ്ടാവുക. ഓക്കെ, സ്ക്യൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എപ്പിഡേർമൽ സ്കെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കാണുന്നുണ്ട്. ബോഡീനെ ഹെഡ്, നെക്ക്, ട്രങ്ക്, ടെയിൽ എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, നെക്ക്, ട്രങ്ക്, ടെയിൽ. ടിംപാനം എന്ന് പറയുന്നത് എന്താണ്? ടിംപാനം അല്ലെങ്കിൽ ഇയർ ഡ്രം ഉണ്ട്. അതാണ് ഇയർ എന്ന് പറഞ്ഞിട്ട് അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഇയർ ഓപ്പണിങ്സ് ഒന്നും ആർക്കില്ല? ഇവർക്ക് ഇല്ല. പിന്നെ ലിംസ് ഉണ്ടെങ്കിൽ എന്താണ്? 2 പെയർ ആയിട്ടാണ് കാണുന്നത്. ലിംസ് ഉണ്ടെങ്കിൽ അവര് 2 പെയർ ആയിട്ടാണ് കാണുന്നത്. 3 ചേമ്പേർഡ് ഹാർട്സ് ആണ് ഉള്ളത്. പക്ഷേ എന്താണ്? ക്രോക്കഡൈൽസിന് എക്സെപ്ഷൻ, ക്രോക്കഡൈൽസിന് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്? 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ഉണ്ട്. റെപ്റ്റൈൽ ക്ലാസ് മൊത്തം അവര് നോക്കുമ്പോൾ എന്താണ്? അവർക്ക് 3 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ആണ് ഉള്ളത്. പക്ഷെ നമ്മൾ ക്രോക്കഡൈലിനെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് എന്താണുള്ളത്? 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ആണ് ഉള്ളത്. ഓക്കെ, അവര് പോയിക്കിലോതേംസ് ആണ്. ക്ലാസ് റെപ്റ്റീലിയ എന്ന് പറയുമ്പോൾ പോയിക്കിലോതേംസ് ആണ്. പിന്നെ സ്നേക്സും ലിസാർഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സ്കിൻ ഇങ്ങനെ ഷെഡ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് സ്കിൻ കാസ്റ്റ് ഇതൊക്കെ ആയിട്ട് ഷെഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ടുള്ള സെക്സസ് ആണ്. ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിൽ തന്നെയുള്ള ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ഒവിപാരസ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ടേർട്ടില്, ടോർട്ടോയിസ് ഇതൊക്കെ എന്താണ്? കെമലിയോൺ, കെലോട്ടസ്, ക്രോക്കോഡൈൽസ് ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? ഇതിൽ വരുന്നതാണ്. ക്രോക്കോഡൈൽസ്, അലിഗേറ്റർ ഇവരൊക്കെ റെപ്റ്റൈൽസിൽ വരുന്നതാണ്. പിന്നെ പോയിസണസ് സ്നേക്സ് ആയിട്ടുള്ള എന്താണ്? നെജ, കോബ്ര, പിന്നെ ബംഗാരസ്, ക്രേറ്റ് ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? വൈപ്പർ ഒക്കെ നമ്മുടെ റെപ്റ്റൈൽസിൽ വരുന്നതാണ്. ഓക്കെ, റെപ്റ്റൈൽസിന്റെ എന്തെങ്കിലും യൂണീക്ക് ആയിട്ട് അവർക്ക് മാത്രമുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞേ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. Body is divided to head, neck, ട്രങ്ക്, ടെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്കിൻ എങ്ങനെയാണ്? കോണിഫൈഡ് ആയിട്ടുള്ള സ്കിൻ ആണ്. ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണ്. എപ്പിഡേർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ടിംപാനം എന്ന് പറയുന്ന അതാണ് എന്ന് വെച്ചാൽ എയർ ഡ്രം അവർക്ക് പ്രസന്റ് ആണ്. പക്ഷെ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഒന്നും ഇല്ല. ലിംസ് ഉണ്ടെങ്കിൽ 2 പേര് കാണുന്നുണ്ട്. 3 ചേമ്പേർഡ്, ഇത് എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. 3 ചേമ്പേർഡ് ഹാർട്സ് ആണ് ആർക്ക് കാണുന്നത്? 3 ചേമ്പറുള്ള ഹാർട്സ് ആണ് ഈ ഒരു റെപ്റ്റീലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് കാണുന്നത്, ക്ലാസ്സിന് കാണുന്നത്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ക്രോക്കഡൈൽസിന് മാത്രം എത്ര ചേമ്പറുള്ള ഹാർട്ട് ആണുള്ളത്? 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇവര് പോയിക്കിലോതേംസ് ആണ്. ഓക്കെ, നമ്മൾ പറയുമ്പോ ഏതാണ്? എയ്വ്സ്. നമ്മള് വേർട്ടിബ്രേറ്റ് എത്തിയില്ലേ? വേർട്ടിബ്രേറ്റില് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? റെപ്റ്റൈൽസ് പറഞ്ഞു. ഇനി ഏതാണ്? എയ്വ്സ്. എയ്വ്സ് എന്ന് പറയുമ്പോ ഏതാണ്? നമ്മൾ ഫസ്റ്റ് ആലോചിക്കുക എന്താണ്? ബേർഡ്സ് ഒക്കെ വരുന്നത് അല്ലേ? ആ ഒരു ക്ലാസ് ആണത്. അപ്പൊ പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ഉണ്ട്. പിന്നെന്താണ്? ചില ഫ്ലൈറ്റ്ലെസ് ആയിട്ടുള്ള ബേർഡ്സ് ഒഴികെ, എന്ന് വെച്ചാൽ ഓസ്ട്രിച്ച് പോലെ ചില ബേർഡ്സ് ഒഴികെ ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
ഒരു ബീക്ക് കാണുന്നുണ്ട് അവർക്ക്. പിന്നെന്താണ് ഫോർ ലിംസ് മോഡിഫൈ ചെയ്തിട്ട് വിങ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഹൈൻഡ് ലിംസിൽ എന്ത് കാണുന്നുണ്ട്? സ്കെയിൽസ് കാണുന്നുണ്ട്. അത് ഹൈൻഡ് ലിംസ് എന്തിനൊക്കെയാണ്? വാക്കിംഗ്, സ്വിമ്മിങ്, ക്ലാസ്പിംഗ്, ഇങ്ങനെ ട്രീ ബ്രാഞ്ചസിലൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കാനുള്ള ആ ഒരു ക്ലാസ്പിംഗ് പവർ ഉണ്ട്. പിന്നെ നടക്കാനുള്ളതുണ്ട്, വാക്കിംഗ്, സ്വിമ്മിങ്ങിന് ഒക്കെ വേണ്ടിയിട്ടുള്ള ഹൈൻഡ് ലിംബ് ആണുള്ളത്. അവർ സ്കെയിൽസ് ഉള്ള ഹൈൻഡ് ലിംസ് ഉണ്ട്. ഫോർ ലിംസ് മോഡിഫൈ ചെയ്തിട്ട് വിങ്സ് ആയിട്ടുണ്ട്. പിന്നെന്താണ് അവരുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്? ഒരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അവരുടെ ടെയിലിന്റെ ബേസിലായിട്ട് ഒരു ഓയിൽ ഗ്ലാൻഡ് കാണുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ ബോഡി എന്താണ്? സ്കിന്ന് ഡ്രൈ ആണ്. സ്കിന്ന് ഡ്രൈ ആണ്, പക്ഷെ ഒരു ഓയിൽ ഗ്ലാൻഡ് കാണുന്നുണ്ട് ഇവിടെ ടെയിലിന്റെ ബേസിൽ. എൻഡോസ്കെൽട്ടൺ എന്ന് പറയുന്ന ബോണിയാണ്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? ബേർഡ്സിന്റെ എൻഡോസ്കെൽട്ടൺ എന്ന് പറയുന്നത് ബോണിയാണ്. അവരുടെ ബോൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂമാറ്റിക് ബോൺസ് ആണ്. കാരണം എയർ ക്യാവിറ്റീസ് കാണുന്നുണ്ട്. എയർ ക്യാവിറ്റീസ് എന്തിനാണ്? അവർക്ക് ഈ ഫ്ലൈറ്റിംഗ് സമയത്തൊക്കെ ആ ഒരു ബൊയാൻസി, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത്? ആ ന്യൂമാറ്റിക് ബോൺസ് അവർക്കുള്ളത്. അപ്പൊ ഇത് അധികവും എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. എന്ത്? നിങ്ങളോട് ന്യൂമാറ്റിക് അല്ലെങ്കിൽ ഈ ബേർഡ്സിലൊക്കെ ഉള്ള ബോൺസ് ഏതാണെന്ന്. ബോൺസ് അല്ലെങ്കിൽ ഏവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കോമൺ ആയിട്ട് കാണുന്ന ബോൺസ്, അവർക്ക് പ്രസന്റ് ആയിട്ടുള്ള ബോൺസ് ഏതാണ്, അതിന്റെ നെയിം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യനിൽ കാണാം. അപ്പൊ എന്താണ് നിങ്ങൾ പറയാ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ് വരിക? ആരെങ്കിലും ഒരാൾ പറ. എന്ത് തരം ബോണാണ് കാണുന്നത്? എന്താണ്? എന്താണ്? Hollow with air cavities. ഞാൻ കേൾക്കുന്നില്ലല്ലോ. Hollow with air cavities. ഓക്കെ. എയർ ക്യാവിറ്റീസ് ഉള്ള, അതിനൊരു പേരുണ്ട് കേട്ടോ. ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് അതിന്റെ പേര്. ആ പേര് എന്തായാലും ഓർത്ത് വെക്കണേ. ന്യൂമാറ്റിക് ബോൺസ് എന്നാണ് അതിന് പേരുള്ളത്. ഓക്കെ. ഡയജസ്റ്റീവ് ട്രാക്റ്റിന് എന്തുണ്ട്? അഡീഷണൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് ഉണ്ട്. ക്രോപ്പ്, ഗിസാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് കാണുന്നുണ്ട്. ഡയജസ്റ്റീവ് ട്രാക്റ്റിന് ക്രോപ്പ്, ഗിസാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് കാണുന്നുണ്ട്. ഡയജസ്റ്റീവ് ട്രാക്റ്റിന് ക്രോപ്പ്, ഗിസാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് കാണുന്നുണ്ട്. ഇവരുടെ ഹാർട്ട് എങ്ങനെയാണ്? ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഇവർക്ക് 4 ചേമ്പേർഡ് ഹാർട്ട് ഉണ്ട്. പിന്നെ ഇവര് മുതൽ ഇങ്ങോട്ട് എന്താണ്? ഇവര് ഹോമിയോതേംസ് ആണ്. ഹോമിയോതേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമിയോതേംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോമിയോതേംസ് വാം ബ്ലഡഡ് ആയിട്ടുള്ള അവരുടെ വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അവരുടെ എന്താണ് ശരീരത്തിന്റെ ടെമ്പറേച്ചറിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? ഇപ്പം ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്ത് കുറയ്ക്കാനും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ അതൊന്ന് ചില ഇത് ഉപയോഗിച്ച് അത് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് ആ ഒരു കൺട്രോൾ, അവരുടെ ബോഡിയിലെ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? അതാണ് എന്ത് ആക്കുന്നത്? ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അവർക്ക് അവരുടെ ബോഡിക്ക് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അവരുടെ ബോഡിക്ക് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഓക്കെ, റെസ്പിറേഷൻ ബൈ ലങ്സ് ആണ്. ലങ്സ് ആണ് അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ളത്. ലങ്സിൽ എന്തുണ്ട്? എയർ സാക്സ് ഉണ്ട്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിൽ തന്നെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓവിപാരസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് അവർക്കുള്ളത്. പിന്നെ എന്താണ്? കോർവസ് ക്രോ, പിന്നെ കൊളുമ്പ എന്ന് പറഞ്ഞിട്ടുള്ള പീജിയൻ, പിന്നെന്താണ്? പാരറ്റ്,
ഓസ്ട്രിച്ച് പിന്നെ പീക്കോക്ക് അങ്ങനെ പീക്കോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് കുറെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാ ഒന്ന് നോക്കി വെക്കുക. ഇവരുടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ ചിലപ്പം എന്താണ് ഈ ഒരു ക്ലാസ്സിലുള്ള ആനിമൽസിനെ ഇത് തരുന്നതില് ഇത് ഏതെങ്കിലും ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നെക്സ്റ്റ് മമേലിയ ആണ്. മമേലിയ എന്ന് പറയുമ്പോ എന്താണ്? നമ്മൾ ഏതിലാ വരുന്നത്? നമ്മൾ ഇതിൽ ഏതിലാ വരുന്നത്? Mammals. ഓക്കെ. മമേലിയ എന്ന് പറയുന്നത് ഒരുപാട് ഹാബിറ്റാറ്റ്സിൽ അവർ കാണുന്നുണ്ട്. പോളാർ ഐസ് ക്യാപ്സിലും ഡെസേർട്സിലും മൗണ്ടെയിൻസിലും അങ്ങനെ കുറേ ഹാബിറ്റാറ്റിൽ കാണുന്നുണ്ട്. പിന്നെ ഫ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ വാട്ടറിൽ ജീവിക്കാനും ഒക്കെ എന്താണ് അഡാപ്റ്റബിൾ ആയിട്ടുള്ളവരാണ് എന്ത് മമേലിയൻസ് എന്ന് പറയുന്നത്. വാട്ടറിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മമേലിയനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്ടറിൽ ജീവിക്കുന്ന ഏതൊരു Seahorse. എന്താണ്? Seahorse. Seahorse. ഓക്കെ, സീ ഹോഴ്സ് അല്ലെ? ഓക്കെ. പിന്നെന്താണ്? 2 പെയർ ഓഫ് ലിംസ് കാണുന്നുണ്ട്. എന്തിനാണ്? വാക്കിങ്ങിന് ക്ലൈംബിങ്ങിന് വാക്ക് ചെയ്യാനും ക്ലൈംബ് ചെയ്യാനും ബറോയിങ് സ്വിമ്മിങ് ഫ്ലൈയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് പെയേഴ്സ് ഉള്ളത്. പിന്നെ മാമറി ഗ്ലാൻസ്. മാമൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലാൻസ് പ്രസന്റ് ഉണ്ട് അല്ലെ? മാമറി ഗ്ലാൻസ് എന്തിനാണ്? മാമറി ഗ്ലാൻസ് എന്തിനാണ്? Milk produce. Feeding. Milk produce. ഓക്കെ, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? ഓക്കെ. പിന്നെ സ്കിന്നിൽ എന്തുണ്ട്? ഹെയർസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു എന്താണ് എക്സ്റ്റേണൽ ഇയേഴ്സ് കാണും. ടിംപാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ഡ്രം മാത്രമല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കാണുന്നുണ്ട്? ഒരു എക്സ്റ്റേണൽ ഇയർ നമുക്ക് അല്ലെങ്കിൽ മെമേലിയൻസിന് കാണുന്നുണ്ട്. അവർക്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് ജോസിൽ പ്രസന്റ് ആണ്. എത്ര ചേമ്പേർഡ് ഹാർട്സ് ആണുള്ളത് മമേലിയൻസിന്? എത്ര ചേമ്പറുള്ള ഹാർട്സ് ആണുള്ളത്? 4 ചേമ്പേർഡ് ഹാർട്സ് ആണുള്ളത്. പിന്നെ ഹോമിയോതേംസ് ആണ്. റെസ്പിറേഷൻ എന്ത് വഴിയാണ്? ലങ്സ് വഴിയാണ്. Lungs. ഓക്കെ, സെക്സസ് എന്താണ്? സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ എന്താണ്? വിവിപാരസ് ആണ് മോസ്റ്റ്ലി. പക്ഷെ എന്തുണ്ട്? എക്സെപ്ഷൻസ് ഉണ്ട്. ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഒവിപാരസ് ആയിട്ടുള്ളത് ഉണ്ട്, വിവിപാരസ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പൊ ഒവിപാരസ് ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് ഇങ്ങനെ ഒവിപാരസ് ആയിട്ടുള്ളത് ഇതാണ്, വിവിപാരസ് ആയിട്ടുള്ളത് ഇതാണെന്ന് പറയുമ്പം എന്ത് ചെയ്യുക? അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അതെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അത് അവര് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ത് ഒവിപാരസ് ആയിട്ടുള്ള മമേലിയൻസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഓർണിത്തോറിങ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റിപ്പസ്, അത് ഒവിപാരസ് ആണ്. മമേലിയൻസ് മോസ്റ്റ്ലി എന്താണ്? വിവിപാരസ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. ഒവിപാരസ് ആയിട്ടുള്ള ഓർണിത്തോറിങ്കസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ വിവിപാരസ് ആയിട്ടുള്ള ആനിമൽസിനെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് അല്ലെ? മാക്രോപസ്, കങ്കാരൂസ് കാണുന്നുണ്ട്. ടെറോപ്പസ് ആയിട്ടുള്ള ഫ്ലൈയിങ് ഫോഴ്സ് കാണുന്നുണ്ട്. ക്യാമലസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമല് കാണുന്നുണ്ട്. മക്കാക്ക എന്ന് പറയുന്ന മങ്കീസ് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിവിപാരസ് ആയിട്ടുള്ള ആനിമൽസും കാണുന്നുണ്ട്. എന്താണ്? പാൻതീറ, ടൈഗ്രസ്, ടൈഗർ. പിന്നെ ബ്ലൂ വെയിൽ എന്താണ്? ഒരു മാമൽ ആണ്.
ഇതൊക്കെ നിങ്ങൾ നോക്കിയതാണ് അല്ലെ? ഓക്കെ, ഇത് ഇന്നലെ നോക്കിയതായിരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ആൻസർ പറയാവോ? ചൂസ് ദ ഇൻകറക്റ്റ് മാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് ഗ്രിഗാരിയസ് പെസ്റ്റ് ലോക്കസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? വെക്ടർ അല്ല അല്ലെ? ലൂസിഫർ എന്ന് പറയുന്നത് വെക്ടർ അല്ല. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? എ ജോലസ് ഫിഷ് which lays egg in fresh water and whose ammocetus larvae after metamorphosis return to the ocean is. ഏതാണ്? ആക്ച്വലി ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാ അറിയോ? പെട്രോമൈസിൻ ആണ്. പെട്രോമൈസിൻ ആണ് ആൻസർ ആയിട്ട്. ഇത് ശരിക്കും ഇത് രണ്ടും നമ്മൾ എന്തിൽ കാണുന്നുണ്ട്? ആ ഒരു ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. പക്ഷെ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്നറിയോ? പെട്രോമൈസിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which one of the following groups of animals is correctly matched with its one characteristic feature without even a single exception? ഒരു എക്സെപ്ഷൻ പോലും ഇല്ലാതെ എന്താണ് ഇത് കറക്റ്റ് മാച്ച് ആയിട്ടുള്ളത് ഏതാണെന്നാ ചോദിക്കുന്നത്. കോർഡേറ്റ എന്താണ്? പോസസ് എ മൗത്ത് പ്രൊവൈഡ്സ് വിത്ത് ആൻ അപ്പർ ആൻഡ് ലോവർ ജോ. കോൺട്രക്ടൈസ് പോസസ് കാർട്ടിലേജിനസ് എക്സോസ്കെലട്ടൺ. Mammalia give birth to young ones. Reptilia possess 3-chambered heart with one incomplete divided ventricle. ഇതിൽ ഏതായിരിക്കും എന്താണ് ഒരു എക്സെപ്ഷനും ഇല്ലാതെ അത് കറക്റ്റ് ആണ്? ഇതിന് ഒരു എക്സെപ്ഷൻസും കാണിക്കുന്നില്ല എന്ന് പറയുന്നത്. കോർഡേറ്റ തന്നിട്ടുള്ളത് പോസസ് എ മൗത്ത് പ്രൊവൈഡഡ് വിത്ത് ആൻ അപ്പർ ആൻഡ് ലോവർ ജോ. കോർഡേറ്റ്സ് എന്ന് പറയുന്നത് എന്തുണ്ട്? അവരുടെ മൗത്തിന് അപ്പർ ആൻഡ് ലോവർ ജോ എല്ലാവർക്കും ഉണ്ടെന്നാണ് എ പറയുന്നത്. കോർഡേറ്റ്സിൽ എല്ലാവർക്കും അപ്പർ ആൻഡ് ലോവർ ജോസ് ഉള്ള മൗത്ത് ഉണ്ട്. കോൺട്രക്ടൈസ് പോസസ് കാർട്ടിലേജിനസ് എക്സോസ്കെലട്ടൺ. കോൺട്രക്ടൈസിലുള്ള എല്ലാവർക്കും കാർട്ടിലേജിനസ് ആയിട്ടുള്ള എക്സോസ്കെലട്ടൺ ഉണ്ട്. മമേലിയ ഗിവ് ബർത്ത് ടു യങ് വൺസ്. മമേലിയൻസ് യങ് വൺസിനെ ഗിവ് ബർത്ത് ഇതാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ വിവിപാരസ് ആയിട്ടുള്ളവർ മാത്രമേ മമേലിയയിലുള്ളൂ. ഓക്കെ, റെപ്റ്റീലിയ പോസസ് 3 ചേമ്പർ. റെപ്റ്റൈൽസിന് 3 ചേമ്പറുള്ള ഹാർട്ട് ഉണ്ട്. എന്താണ്? ഒരു വെൻട്രിക്കിള് ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടുള്ള വെൻട്രിക്കിൾ ഉണ്ട്. 3 ചേമ്പർഡ് ഉള്ള ഹാർട്ട് ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? ഏതാണ്? ഞാൻ കേൾക്കുന്നില്ലല്ലോ. ബി. ഓക്കെ, കോൺട്രക്ടൈസ് അല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, കോൺട്രക്ടൈസ് പോസസ് കാർട്ടിലേജിനസ് എക്സോസ്കെലട്ടൺ. ഇതാണ് കറക്റ്റ്. ബാക്കിയൊക്കെ എന്താണ്? എക്സെപ്ഷൻസ് ഉണ്ട് അല്ലെ? ബാക്കി എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. കോൺട്രക്ടൈസ് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ്? ഓർഗാനിസംസ് വിത്ത് ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ കോഡ്സ് ഗിവൻ ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് ഫസ്റ്റ് ഓപ്ഷൻ. ഞാൻ എല്ലാം വായിക്കാം. പ്ലാറ്റി ഹെൽമിന്തസ് ഈ എ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ തന്നിട്ടുള്ള ഏതാണ്? അതിന് നേരെ തന്നിട്ടുള്ളത് സിലിണ്ടറിക്കൽ ബോഡി വിത്ത് നോ സെഗ്മെന്റേഷൻ എന്നാണ്. പിന്നെന്താ? എക്കിനോഡേംസ് അതിന്റെ നേരെ തന്നിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വാം ബ്ലഡഡ് ആനിമൽസ് വിത്ത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്നാണ്. ഹെമികോഡേറ്റ്സ് അതിന്റെ നേരെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി വിത്ത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ്. ഡി എന്ന് പറയുന്നത് എയ്വ്സ് ആണ്. എയ്വ്സിന്റെ നേരെ തന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റേഡിയൽ സിമെട്രി വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്നാണ്. ഓക്കെ,
ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? മാച്ച് ദ ഫോളോയിങ് ആണ് എന്ന് വെച്ചാൽ പ്ലാറ്റി ഹെൽമിന്തസിന് ഇതിൽ ഏതായിരിക്കും വരിക? പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത് ഞാനിപ്പോ 4 ഓപ്ഷൻസ് വായിക്കാം. അതിൽ ഏതാണ് പ്ലാറ്റി ഹെൽമിന്തസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. സിലിണ്ടറിക്കൽ ബോഡി വിത്ത് നോ സെഗ്മെന്റേഷൻ, warm blooded animals with direct development, bilateral symmetry with incomplete digestive system, radial symmetry with indirect development. ഏതാ വരിക? ഒരു അഭിപ്രായമില്ല? എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്തോ? എന്താണ്? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നാളത്തേക്ക് നിങ്ങൾ എന്താണ് ആൻസർ ചെയ്യും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നാളത്തേക്ക് ആൻസർ ചെയ്യും കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേ, നാളത്തേക്ക് ആൻസർ ചെയ്യൂ കേട്ടോ. കേട്ടോ? ഓക്കെ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, തുടങ്ങട്ടെ ചാപ്റ്റർ? യെസ് മാം. ഓക്കെ, മറ്റേ ചാപ്റ്ററിലൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തുണ്ട്, നാളെ ഈ 3 ചാപ്റ്ററും വെച്ചിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യാം, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഈ 3 ചാപ്റ്ററിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, ഒരു ½ an hour ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മൊത്തം ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? നോ മാം. അതല്ല, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇത് അറിയാം, അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, മിസ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല, എവിടെയെങ്കിലും ഒന്ന് ക്ലിയർ ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഒന്ന് പറയോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. എന്താണ്? ഹലോ ഹലോ മാം. പറയൂ. ഹലോ മാം, ഞാൻ ഇന്നലത്തെ 2 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ എടുക്കുന്നു പറയോ? ഓക്കെ, നമ്മള് ഓർഡറിലാണ് പോകുന്നത്. ദ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ എടുത്തു, പിന്നെ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററും എടുത്തു. ഓക്കെ, ആനിമൽ കിങ്ഡം അതിന്റെ ബാക്കി നമ്മളിപ്പോ എന്ത് ചെയ്തു, ബാക്കിയുള്ള പോർഷൻസ് ഇന്നലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോ പറയുകയും ചെയ്തു. ഈ ചാപ്റ്റർ ഇന്നെടുത്ത് കഴിയൂ? ഇന്നെടുത്ത് കഴിയില്ല, നാളെ ഒരു ½ an hour കൂടി എന്തുണ്ട്, ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ പോർഷൻ ഇതായിട്ട് പറയുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ½ an hour ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ടെസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി
ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ ചാപ്റ്റർ എടുക്കുക, ഹാഫ് ആൻ അവർ ടെസ്റ്റ് ഇടുക, ഹാഫ് ആൻ അവർ അതിന്റെ ഡിസ്കഷൻ, അങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്? അല്ലെങ്കിൽ മിസ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെയാണോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണേ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ അങ്ങനെ ചെയ്യുന്നതാണ്. വേഗം പറ. വേഗം പറ. എടുപ്പിക്കുന്നതിന്റെ കൂടെ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ലേ? അതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാനാണോ? അതെ മിസ്. ഓക്കെ ശരി, എന്നാ ഇനി അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ല, ടെസ്റ്റ് ഇടുന്നത് നിങ്ങൾക്ക് എല്ലാ ഇതിന്റെ കൂടി ടെസ്റ്റ് ഒരു 2-3 ചാപ്റ്റർ എടുത്തിട്ട് അതിന്റെ അവസാനം വിട്ടാൽ മതിയോ, അല്ലെങ്കിൽ ഓരോ ദിവസവും ടെസ്റ്റ് നടത്തി അങ്ങനെ പോകാനാണോ താല്പര്യം? ഒരു ഹാഫ് ആൻ അവർ ടെസ്റ്റ് അങ്ങനെയാണോ? അങ്ങനെ വെച്ചാൽ പിന്നെ മൊത്തത്തിൽ ടെസ്റ്റ് നോക്കോ? അങ്ങനെ എന്ന് വെച്ചാൽ ഒരൊറ്റ ചാപ്റ്ററിന് ഹാഫ് ആൻ അവർ ടെസ്റ്റ് വെക്കുക. അങ്ങനെ മതി. എന്താണ്? അങ്ങനെ എനിക്ക് കൂടുതൽ നല്ലത്. അങ്ങനെയാണ് കൂടുതൽ നല്ലത് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ആക്കാൻ നോക്കാം കേട്ടോ. ഓരോ പോർഷൻ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ. ഓക്കെ എന്നാ ഈ ചാപ്റ്റർ തുടങ്ങട്ടെ? നാളെ തുടങ്ങും. ഓക്കെ, ഇതില് ഫസ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാല് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ആനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽസ് കൂടി. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്താകുന്നുണ്ട്, ഒരു സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? അവരുടെ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തും കൂടി ഉണ്ടാവും, ഇന്റർ സെല്ലുലാർ ആയിട്ടുള്ള സബ്സ്റ്റൻസസും കൂടി അതിൽ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ആനിമൽ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ചാപ്റ്റർ തുടങ്ങാം. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ആ ചാപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ട് എന്നിട്ട് ആ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ ആൻസർ അറിയെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ പറയുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻസ് that help to stop the leakage of the substances across a tissue and facilitation of communication with neighboring cells via rapid transfer of ions and molecules. എന്താണ്? സെൽ ജംഗ്ഷൻസിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നാണ്. എന്തിനൊക്കെയുള്ള ലീക്കേജ്, സബ്സ്റ്റൻസസ് ഒരു ടിഷ്യൂവിൽ നിന്ന് ഇങ്ങനെ ലീക്കേജ് നടന്നു പോവാതിരിക്കാനും, അതുപോലെ തന്നെ ഒരു ടിഷ്യൂവും വേറൊരു ടിഷ്യൂവും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അയോൺസും മോളിക്യൂൾസും ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നടത്തുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൽ ജംഗ്ഷൻസ് ആണെന്നാണ് ഈ ക്വസ്റ്റ്യൻസിലുള്ളത്. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നത് ഗ്യാപ് ജംഗ്ഷൻസ് ആൻഡ് അഡ്ഹറിന്റ് ജംഗ്ഷൻസ് റെസ്പെക്റ്റീവ്ലി. അന്നേരം ഗ്യാപ് ജംഗ്ഷൻസ് ആണ് എന്ത്, ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ലീക്കേജ് തടയുന്നത്. അഡ്ഹറിന്റ് ജംഗ്ഷൻസ് ആണ് എന്ത് നൈബറിംഗ് സെൽസിലേക്കുള്ള അയോൺസിന്റെ ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നതാണ്. അങ്ങനെയാണ് എ പറഞ്ഞിരിക്കുന്നത്. ബി പറഞ്ഞിട്ടുള്ള എന്താണ്, ടൈറ്റ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ് ജംഗ്ഷൻസ് റെസ്പെക്റ്റീവ്ലി. പിന്നെ സി എന്ന് പറയുന്നത് അഡ്ഹറിന്റ് ജംഗ്ഷൻസ് ആൻഡ് ടൈറ്റ് ജംഗ്ഷൻസ്. ഡി എന്ന് പറയുന്നത് എന്താണ്, അഡ്ഹറിന്റ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ് ജംഗ്ഷൻസ്. ഈ ക്വസ്റ്റിന് ആൻസർ ആർക്കെങ്കിലും അറിയോ? അറിയാമോ? വേഗം പറ. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ.
നമുക്ക് വേഗം ചാപ്റ്ററിലേക്ക് പോവാം. നോ മാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ ആർ മോഡിഫൈഡ് ഫ്രം എന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമ്മൾ ചാപ്റ്റർ പറയുമ്പോൾ അതിൽ ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനൊക്കെയുള്ള ആൻസേഴ്സ് അതിലുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യാ, അത് നോക്കി വെക്കണം കേട്ടോ. അതിനാണ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത്. അപ്പൊ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ ആർ മോഡിഫൈഡ് ഫ്രം എവിടെ നിന്നാണ്? കൊളുമിനൽ എപ്പിത്തീലിയൽ സെൽസ് എന്നാണോ, കോൺട്രോസൈറ്റ്സ് എന്നാണോ, കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസ് എന്നാണോ, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണോ എന്ത് എലിമെന്ററി കനാലിന്റെ ഗോബ്ലെറ്റ് സെൽസ് ആയിട്ടുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏതാണ്? ആ അതെ അതെ അതെ, അത് തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, match the following cell structures with their characteristic features. Tight junction, adherent junction, gap junctions, synaptic junctions. നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? കോളം 2 തന്നിട്ടുള്ളത് cement and neighboring cells together to form sheet. പിന്നെ എന്താണ്? transmit information through chemical ഫോമിൽ ഇൻഫർമേഷൻസ് ഒരു സെല്ലിൽ നിന്നും വേറൊരു സെല്ലിലേക്ക് കൊടുക്കുക. ഒരു ലീക്കേജ് തടയാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുക. പിന്നെ എന്താണ് അടുത്തത്? സൈറ്റോപ്ലാസ്മിക് ചാനൽസ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്തുക. ഇതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ അറിയോ? ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയോ? മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ളതാണ് തന്നിട്ടുള്ളത്. അതിന്റെ ഇത് എന്താണ്? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ? Okay. The ciliated epithelial cells are required to move particles of mucus in a specific direction. Ciliated epithelial cells ഒരു specific directionലേക്ക് എന്തിനെയാണ്? പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇതിന് സാധനങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് അതാണ് ഉള്ളത്. ഇത് ciliated epithelial cells ആണ് സഹായിക്കുന്നത്. ഈ ഹ്യൂമൻസിൽ ഈ ഒരു ciliated epithelial cells എവിടെയൊക്കെയാണ് കാണുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A. fallopian tubes and pancreatic duct. B. എന്താണ്? eustachian tube and salivary duct. പിന്നെ എന്താണ്? bronchioles and fallopian tubes. D. എന്താണ്? bile duct and bronchioles. ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? നോ മാം. ഓക്കെ, എന്താണ്? Which type of tissue correctly matches with its location? അതിന്റെ ലൊക്കേഷനുമായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ടിഷ്യൂനെ മാച്ച് ചെയ്യാം. ഏരിയോളാർ ടിഷ്യൂ ഉണ്ട്, ട്രാൻസിഷണൽ എപ്പിത്തീലിയം ഉണ്ട്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാണ്? ഇപ്പുറത്തെ ഏതൊക്കെയാ ഉള്ളത്? ടെൻഡൻസ്, ടിപ്പ് ഓഫ് നോസ്, ലൈനിങ് ഓഫ് സ്റ്റമക്ക്, വാൾ ഓഫ് ഇൻറ്റസ്റ്റൈൻസ്. ഇതൊക്കെയാണ് ഇനി ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്നൊന്നും പറഞ്ഞിട്ട് നമുക്കില്ല. പക്ഷെ എന്ത് ചെയ്യാ? അത് ബാക്കിയുള്ളത് ഇതാക്കുമ്പോ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് കിട്ടിക്കോളും. ആർക്കെങ്കിലും അറിയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണ്. ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ്സ് എ കവറിംഗ് ഓർ എ ലൈനിങ് ഫോർ സം പാർട്ട് ഓഫ് ദ ബോഡി. ചില ബോഡിയിലെ ചില പാർട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? കവറിങ് കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പോ ഇതെന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കോമ്പാക്ട്ലി പാക്ഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. എന്താണ്? കുറച്ച് ഇന്റർസെല്ലുലാർ മാട്രിക്സ് മാത്രമേ എന്തിൽ കാണുന്നുള്ളൂ? എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ കാണുന്നുള്ളൂ. ഓക്കെ, രണ്ട് ടൈപ്പ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിളും കാണുന്നുണ്ട്, കോമ്പൗണ്ടും കാണുന്നുണ്ട്. പിന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒറിജിൻ നോക്കുവാണെങ്കിൽ എന്താണ്?
എൻഡോഡേർമൽ, മീസോഡേർമൽ, എക്ടോഡേർമൽ ഒറിജിൻ ആണ് എന്തുള്ളത്? എപ്പിത്തീലിയൽ ടിഷ്യൂവിനുള്ളത്. എൻഡോഡേർമൽ, എക്ടോഡേർമൽ ആൻഡ് മീസോഡേർമൽ ഒറിജിൻ ആണുള്ളത്. ഓക്കെ. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സിംഗിൾ ലെയർ മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ലൈനിങ് ഫോർ ബോഡി ക്യാവിറ്റീസിനെയും ഡക്ട്സിനെയും ട്യൂബ്സിനെയും ഒക്കെയാണ് മെയിൻ ആയിട്ട് അതെന്ത് ചെയ്യുന്നത്? കവർ ചെയ്യുന്നത്. ഓക്കെ. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലൈനിങ് ആയിട്ട് ഒരൊറ്റ ലെയർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഡക്ട്സിനെയും ബോഡി ക്യാവിറ്റിനെയും ട്യൂബ്സിനെയും ഒക്കെ കവർ ചെയ്തിട്ട് കാണുന്നത് ഏതാണ്? സിമ്പിൾ എപ്പിത്തീലിയം ആണ്. ഓക്കെ. പിന്നെ കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് മോർ ദാൻ എന്താണ് 2 or more സെൽ ലെയേഴ്സ് ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അതിനെന്താണ്? പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണുള്ളത്. നമ്മുടെ സ്കിന്നിലൊക്കെ ഉള്ളത് പോലെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് ഉള്ളത്. ഓക്കെ. ഈ സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? 3 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാണ് സ്ക്വാമസ്, ക്യൂബോയിഡല് ആൻഡ് കൊളുമിനാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓക്കെ. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഒരു സിംഗിൾ തിൻ ലെയർ ആയിട്ടുള്ള ഒരു സെൽസ് ആണ്. അവർക്ക് എന്താണ്? ഇറഗുലർ ആയിട്ടുള്ള ബൗണ്ടറീസ് ആയിരിക്കും ഉണ്ടാവുക. തിൻ ആയിട്ടുള്ള സിംഗിൾ തിൻ ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ഇറഗുലർ ബൗണ്ടറീസ് ആണ് ഉണ്ടാവുക. അവരെവിടെയൊക്കെയാണ് കാണുന്നത്? ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ കാണുന്നത് ആരാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. എയർ സാക്സിന്റെ വാൾസ് ഓഫ് എന്താണ്? ബ്ലഡ് വെസൽസിന്റെ വാൾസിലും അതുപോലെ തന്നെ ലങ്സിലുള്ള എയർ സാക്സിന്റെ വാൾസിലൊക്കെ കാണുന്നത് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ഇതാണ് ബ്ലഡ് വെസൽസിന്റെ വാൾസിലും അതുപോലെ തന്നെ എയർ സാക്സിലൊക്കെ കാണുന്നത് ഏതാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ഇനി എന്ന് പറയുന്നത് ഏതാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ ക്യൂബ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള ഇതാണ് എന്ത്? ക്യൂബോയിഡൽ എന്ന് പറയുന്നത്. ഓക്കെ. കോമൺലി അവർ എവിടെയാണ് കാണുന്നത്? ഡക്ട്സിലൊക്കെയാണ് കാണുന്നത്. ഗ്ലാൻസിന്റെ ഡക്ട്സില് അതുപോലെ തന്നെ നെഫ്രോൺസിലൊക്കെ കാണുന്നത് ആരാണ്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആണ്. എന്ന് വെച്ചാല് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള PCT എന്ന് പറഞ്ഞിട്ടുള്ള നെഫ്രോണിന്റെ ആ പാർട്ടിൽ എന്ത് കാണുന്നുണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയം കാണുന്നുണ്ട്. അവിടെ അതിന് എന്തുണ്ട്? ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ മുകളിൽ മൈക്രോവില്ലേ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇതും കൂടി പോർഷൻസും കൂടി കാണുന്നുണ്ട്. മൈക്രോവില്ലയും കൂടി അതിൽ പ്രസന്റ് ആണ്. ഓക്കെ. ക്യൂബോയിഡൽ എപ്പിത്തീലിയം മൈക്രോവില്ലയും കൂടി ഏതിൽ കാണുന്നുണ്ട്? നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള നെഫ്രോണിന്റെ പാർട്ടിൽ കാണുന്നുണ്ട്. ഇത് ഗ്ലാൻസിന്റെ ഡക്ട്സില്, നമ്മുടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഗ്ലാൻസിന്റെ ഡക്ട്സില് അതുപോലെ തന്നെ നെഫ്രോണിന്റെ പാർട്ടിലൊക്കെയാണ് കാണുന്നത്. സ്ക്വാമസ് എപ്പിത്തീലിയം എവിടെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്? ബ്ലഡ് വെസൽസിന്റെ പിന്നെ എയർ സാക്സ് അതിന്റെ ഒക്കെ വാൾസിലായിരുന്നു കണ്ടിരുന്നുണ്ടായിരുന്നത്. പക്ഷെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എവിടെയാണ്? ഗ്ലാൻസിന്റെ ഡക്ട്സില് അതുപോലെ തന്നെ നെഫ്രോൺസിന്റെ ഒക്കെ പാർട്സിലാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? കൊളുമിനാർ എപ്പിത്തീലിയം ആണ്. അത് സിംഗിൾ ലെയർ ഓഫ് ടോൾ ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ടുള്ള സെൽസ് ആണ് കൊളുമിനാർ എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത്. അവരുടെ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് അതിന്റെ ബേസിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫ്രീ സർഫസിൽ എന്ത് കാണുന്നുണ്ട്? മൈക്രോവില്ലേ ചില സമയം കാണാൻ പറ്റും. അവര് എവിടെയൊക്കെയാണ്? നേരത്തെ പറഞ്ഞ സ്റ്റൊമക്കിന്റെ ലൈനിങ്, ഇൻറ്റസ്റ്റൈനിന്റെ ലൈനിങ്, ആ ഇതിലൊക്കെ കാണുന്നത് ആരാണ്? കൊളുമിനാർ എപ്പിത്തീലിയം ആണ് കാണുന്നത്. അതെന്തിനാണ് അവിടെ ഉള്ളത്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ് കൊളുമിനാർ എപ്പിത്തീലിയത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഹെൽപ്പ് ചെയ്യുന്ന എന്തിനാണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനെയാണ്. സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ അതിന്റെ ഒക്കെ ലൈനിങ് ആയിട്ട് കാണുന്നത് കൊളുമിനാർ എപ്പിത്തീലിയം ആണ്.
കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് എന്തുണ്ട്? ഒരു സീലിയ പ്രസന്റ് ആണെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നാണ് പറയാ. നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിനെ കുറിച്ച്? ഇല്ലേ? എന്താണ്? ഒരു കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസ് സീലിയ അതിലുണ്ടെങ്കിൽ, അതിന്റെ സർഫസിൽ ഉണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നാണ് പറയാ. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മ്യൂക്കസിനെ ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്. എന്താണ് അപ്പൊ അതിന്റെ ഇത്? അവര് മെയിൻലി എവിടെയാണ് കാണുന്നത്? ഇന്നർ സർഫസ് ഓഫ് ഹോളോ ഓർഗൻസ് ലൈക്ക് എവിടെ? ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്സ്. ബ്രോങ്കിയോൾസിലും ഫെലോപ്പിയൻ ട്യൂബ്സിലുമാണ് എന്ത് കാണുന്നത്? സീലിയേറ്റഡ് എപ്പിത്തീലിയം സെൽസ് കാണുന്നത്. അതെന്തിനാണ്? ഒരു പാർട്ടിക്കിൾസിനെ അല്ലെ മ്യൂക്കസിനെ ഒരു ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ ഇവിടെ കിട്ടിയതായിരുന്നു. കിട്ടിയോ? യെസ് മാം. ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ എന്തായിരുന്നു എന്ന്? യെസ്. കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ ആൻഡ് ആർ കോൾഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇതുപോലെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്ന പോലെ തന്നെ ഇവര് സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്താ പറയാ? ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നാണ് പറയാ. അവര് രണ്ട് ടൈപ്പ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ്? എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാല് അവര് എന്താണ്? അവര് ഡയറക്ട്ലി സെക്രീറ്റ് ചെയ്തിട്ട് എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡെക്സ് ഉണ്ടാവും, ട്യൂബ്സ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അവര് സെക്രീറ്റ് ചെയ്തത് ഈ ഡെക്സിലൂടെ ട്യൂബിലൂടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആ ഒരു പാർട്ടിൽ എത്തുന്നത്. അവർ എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? മ്യൂക്കസ്, സലൈവ, ഇയർവാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ്. ഓക്കെ, പിന്നെ അതർ സെൽ പ്രൊഡക്ട്സ് ഒക്കെ ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? എക്സോക്രൈൻ ഗ്ലാൻസ് ആണ്. ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് എക്സോക്രൈൻ ഗ്ലാൻസിന് ഡെക്സും ട്യൂബ്സും ഒക്കെ ഉണ്ടാവും. ഈ ഡെക്സും ട്യൂബ്സും ഒക്കെ വഴി അവരെന്ത് ചെയ്യും? ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇപ്പൊ മിൽക്ക് ആയിക്കോട്ടെ, സലൈവ ആയിക്കോട്ടെ, മ്യൂക്കസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഡെക്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നെക്സ്റ്റ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് എന്തില്ല? ഈ ഡെക്സും ട്യൂബ്സും ഒന്നുമില്ല. അവർ ഡയറക്റ്റ് ആയിട്ട് അവരെന്താണ്? അവരുടെ പ്രൊഡക്ട്സിനെ ഹോർമോൺസ് എന്നാണ് പറയാ. അവരുടെ പ്രൊഡക്ട്സിനെ എന്താണ് പറയാ? ഹോർമോൺസ് എന്നാണ് പറയാ. അവർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ബ്ലഡിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഫ്ലൂയിഡിലേക്ക് അത് എന്ത് ചെയ്യും? അത് സെക്രീറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഡെക്സും ട്യൂബ്സും ഒക്കെ ഉണ്ടാവും. അതുവഴിയാണ് അവരുടെ സെക്രീഷൻസ് പാസ് ചെയ്യുക. എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഡെക്സ് ഇല്ല. അവരുടെ റിലീസിനെ എന്താണ്? ഹോർമോൺസ് ആണ് പറയുക. ഡയറക്റ്റ് ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡിലേക്കാണ് അതിന് എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. കോമ്പൗണ്ട് എപ്പിത്തീലിയം. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ ലെയർ, മൾട്ടി ലെയർഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ കുറെ ഒന്നിൽ കൂടുതൽ ലെയർ ഉള്ളതായിരിക്കും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലെയർ ഉള്ളതിനെ എന്തും കൂടി പറയും? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്നും കൂടി പറയും. സ്ട്രാറ്റിഫൈഡ് ആണെന്നും കൂടി പറയും. എന്താണ്? സ്ട്രാറ്റിഫൈഡ് ആണെന്നും കൂടി പറയും ട്ടോ. ഒന്നിൽ കൂടുതൽ ലെയർ ഉള്ളതിനെ. ഓക്കെ, ഇവർക്ക് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനിലൊക്കെ അധികം റോൾ ഇല്ല. ഓക്കെ, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനിലൊന്നും അധികം റോൾ ഇല്ലാത്ത ആൾക്കാരാണ് എന്ത്? കോമ്പൗണ്ട് എപ്പിത്തീലിയം. അവരെന്തിനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? പ്രൊട്ടക്ഷൻ ആണ് അവരുടെ ഏറ്റവും വലിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? പ്രൊട്ടക്ഷൻ ആണ്. പ്രൊട്ടക്ഷൻ ആണ്. എന്താണ്? കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സിനൊക്കെ എതിരെയുള്ള പ്രൊട്ടക്ഷൻ ആണ്. അധികം നമ്മുടെ സ്കിന്നിലൊക്കെയാണ് എന്ത് കാണുന്നത്? കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണുന്നത്. they cover the dry surface of skin. പിന്നെന്താ? moist surface of
ബക്കൽ ക്യാവിറ്റിന്റെ മോയിസ്റ്റ് സർഫസിനെയും അതുപോലെ തന്നെ സ്കിന്നിന്റെ ഡ്രൈ സർഫസിനെയും ഒക്കെ കവർ ചെയ്ത് കാണുന്നത് ആരാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. ഈ മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, പിന്നെ എന്താണ് സലൈവറി ഗ്ലാൻഡ്, അതിന്റെ ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട്സ് ഏതിന്റെയാണ്? സലൈവറി ഗ്ലാൻഡ്, പാൻക്രിയാറ്റിക് ഡക്ട്സ്, ഇതിന്റെയൊക്കെ ഇന്നർ ലൈനിങ് ആയിട്ട് കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണുന്നുണ്ട്. എന്നുവെച്ചാൽ സലൈവറി ഗ്ലാൻഡ്, പാൻക്രിയാറ്റിക് ഡക്ട്സ്, ഇതിന്റെയൊക്കെ ഇന്നർ ലൈനിങ് ആയിട്ട് ആര് കാണുന്നുണ്ട്? കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണുന്നുണ്ട്. പിന്നെന്താണ്? മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി ആൻഡ് ഫാരിങ്സ്, പിന്നെ ഡ്രൈ സർഫസ് ഓഫ് സ്കിന്ന്, അവിടെയൊക്കെയാണ് ആരെ കാണുന്നത്? കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കാണുന്നത്. എപ്പിത്തീലിയത്തിന് എന്തില്ല എന്ന് പറഞ്ഞു? അധികം എന്തില്ല? ഇന്റർസെല്ലുലാർ മെറ്റീരിയൽസ് ഒന്നും ഇല്ല. അവർ നിയർലി കോമ്പാക്ട്ലി പാക്ഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് എന്താണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജംഗ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു ജംഗ്ഷൻസിനെ പറ്റി നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നോക്കാട്ടോ. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ജംഗ്ഷൻസ് ആണ് കാണുന്നത്? ടൈപ്പ് ജംഗ്ഷൻസ് കാണുന്നുണ്ട്, അഡ്ഹറിൻ ജംഗ്ഷൻസ് കാണുന്നുണ്ട്, ഗ്യാപ്പ് ജംഗ്ഷൻസ് കാണുന്നുണ്ട്. ടൈപ്പ് ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്സ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് ടിഷ്യൂ. അപ്പം ടിഷ്യൂവിൽ നിന്ന് സബ്സ്റ്റൻസസ് ലീക്ക് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ടൈറ്റ് ആണ്. അപ്പൊ അഡ്ഹറിൻ ജംഗ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് നൈബറിംഗ് സെൽസിനെ സിമെന്റ് ചെയ്തിട്ട് ഇങ്ങനെ സിമെന്റ് ചെയ്ത് അടുപ്പിച്ച് നിർത്തുന്നതാണ് അഡ്ഹറിൻ ജംഗ്ഷൻസ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് സെൽസിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ, അയേൺസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ? ഓർത്ത് വെച്ചോളൂ. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു പാർട്ട് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഓക്കെ. ഓക്കെ, ഇനി ഇതിൽ ഏതായിരിക്കും വരിക? ഏതായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരിക? വേഗം പറഞ്ഞേ. ടൈപ്പ് ജംഗ്ഷൻസ്. ടൈറ്റ് ജംഗ്ഷനും രണ്ടാമത്തെ ഏതായിരിക്കും? ഏതാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഗ്യാപ്പ് ജംഗ്ഷൻ. അതെ. അപ്പൊ ഏതാണ് ഇതില്? ബി ആണ്. ബി ആണ് അതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് മനസ്സിലായിട്ടുണ്ടല്ലേ? യെസ് മാം. ഓക്കെ. ഇത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ? ഏതാണ്? അലിമെന്ററി കനാലിൽ കാണുന്നത് ഏതാണ്? ഒന്നുകൂടി പറഞ്ഞേ. കൊളമിനാർ ആണ് അല്ലേ? ഇതൊന്ന് പറ. ഇതിലേതാണ് വരിക? വേഗം പറഞ്ഞേ, 10 മണിയായി. എന്താണ്? ചോദ്യം വായിക്കാനാണോ? ഒന്നുകൂടി വായിക്കാനാണോ? ക്വസ്റ്റ്യൻ വായിക്കാനാണോ?
ക്വസ്റ്റ്യൻ First മനസ്സിലാവാത്തതാണ്. ആ ടൈപ്പ് First. ജംഗ്ഷൻസ്. third one. തേർഡ് വൺ ആണ്. ദേ ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റിലത്തെ തേർഡ് വൺ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലെ? തേർഡ് വൺ ആണ്, കറക്റ്റ് ആണ്. Yes. അപ്പൊ ഇതിവിടെ ഫസ്റ്റിൽ തേർഡ് വൺ വരുന്നത് ഏതിലാണുള്ളത്? സീല്. സിയിലാണുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി നോക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് അറിയെങ്കിൽ എന്ത് ചെയ്യാ, അത് വരുന്നത് ഇതിലേതാ, ഇപ്പൊ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടി, ആ സെക്കൻഡ് വൺ ആ കറക്റ്റ് ആയിട്ട് അത് വരുന്നത് ഇതിൽ ഏതിലാ ഉള്ളത് എന്ന് നോക്കി അങ്ങ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫസ്റ്റിലത്തത് തേർഡ് വൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അത് ഏതിലാണ്? സിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേ. അപ്പൊ ഒന്ന് പറഞ്ഞേ. രണ്ടാമത്തത് ഫസ്റ്റ് വൺ. ഫസ്റ്റ് വൺ എന്താണ് സംഭവം? എന്താ അഡറിംഗ് ജംഗ്ഷൻസ് എന്ന് പറയുമ്പോ സിമെന്റ് ചെയ്യാ അല്ലെ? രണ്ട് സിമെന്റിങ് അതാണ്. ഓക്കെ. മൂന്നാമത്തത് ഗ്യാപ് ജംഗ്ഷൻസ് എന്താ ചെയ്യുന്നേ? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. കമ്മ്യൂണിക്കേഷൻ ആണ് ഇതാക്കുന്നത് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പം നാലാമത്തതോ? നാലാമത്തത് ട്രാൻസ്ഫോം ഇൻഫോർമേഷൻ കെമിക്കൽസ് അതർ സെൽസിലേക്ക്. ഓക്കെ 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 ഓക്കെ. സിനാപ്റ്റിക് ജംഗ്ഷൻസ് ആണ്. അവിടെ നിന്നാണ് ഈ കെമിക്കൽ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അടുത്ത ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ? അല്ലെ? ന്യൂറോൺസിന്റെ ഇതിൽ വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ ഇനി? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പറയാ, എന്നിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുക, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെയാണോ വേണ്ടത് നിങ്ങൾക്ക്? അല്ല മാഡം, ആദ്യം പഠിപ്പിച്ചിട്ട് ക്വസ്റ്റ്യൻ പറയാനായിരിക്കും നല്ലത്. ആദ്യം ക്ലാസ് എടുക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വെക്കുക, അത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഓക്കെ, ശരി. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇതിന്റെ ബാക്കി എന്തുണ്ടാവും? നാളെ ഉണ്ടാവും. അതൊരു 1/2 hour കൊണ്ട് എന്തായാലും തീർക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ്, 1/2 hour നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററിന്റെ എന്തുണ്ടാവും, ടെസ്റ്റ് ഇടുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അറിയാത്തതോ മനസ്സിലാവാത്തതോ ആയിട്ടുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ആഘോഷം മനസ്സിലായിട്ടില്ല, അത് എടുത്തത് അത്ര നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ വീണ്ടും വേണ്ടി പറഞ്ഞു തരും. അതിനാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയല്ല മനസ്സിലാവുന്നത് എന്നിട്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ആർക്കും കുഴപ്പമില്ലല്ലോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യണേ. Yes, ma'am. Okay. Thank you, ma'am. Thank you. Thank you.